Good afternoon, guys. Welcome to Varanda Race YouTube channel. അപ്പം ഡെയിലി കറണ്ട് അഫയർസ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു സോറി പറയുകയാണ്. കാരണം നമ്മുടെ ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണമാണ് റെക്കോർഡിങ്ങിലേക്കും ലൈവ് പോകാൻ പറ്റാത്തതും കേട്ടോ. അതുകൊണ്ട് റെക്കോർഡിംഗ് ആണ് ഇന്നും പോകുന്നത്. ചില ടെക്നിക്കൽ ഇഷ്യൂസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് കറക്റ്റ് 6 to 7 തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ലൈവ് സെഷനായിട്ട് റെക്കോർഡ് വീഡിയോസും പോകുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഡെയിലി കറണ്ട് വരാന്ത റേസിന്റെ മലയാളം യൂട്യൂബ് ചാനൽ ഡെയിലി കറണ്ട് അഫയർസ് സെഷനിലെ പ്ലേലിസ്റ്റിലേക്കായിരിക്കും എല്ലാ വീഡിയോസും പോകുന്നത്. അതുകൊണ്ട് ആ പ്ലേലിസ്റ്റ് വീഡിയോ എന്ത് ചെയ്യുക, സേവ് ചെയ്ത് വെക്കുക. ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ വീഡിയോ തന്നെ വരുന്നതായിരിക്കും. ഡെയിലി കറണ്ട് അഫയർസ് വീഡിയോ ഇപ്പം എൻ്റെ ആണെങ്കിലും നന്ദു സാറിൻ്റെ ആണെങ്കിലും എന്ത് ചെയ്യാം, ആ പ്ലേലിസ്റ്റിലേക്ക് വരുന്നതായിരിക്കും. അത് സേവ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. കാരണം ടെക്നിക്കൽ ഇഷ്യൂസ് വരും, അതുകൊണ്ടാണേ. ഓക്കെ, അപ്പം ഡെയിലി കറണ്ട് അഫയർസ് സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് എന്ത് ചെയ്യാം, സമയം കളയാതെ തന്നെ ആദ്യത്തെ ന്യൂസിലേക്ക് പോകാം. ഓക്കെ, മിഷൻ ഫോർ ആത്മനിർഭർ ഭാരത് ഇൻ പൾസസ്. ഓക്കെ, ഇത് കഴിഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേയുടെ സമയത്ത് അനൗൺസ് ചെയ്ത സാധനമാണ്. ഇപ്പോഴാണ് ഇത് എന്ത് ചെയ്യുന്നത്, ലോഞ്ച് ചെയ്യുന്നത്. ആ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റി, പൾസസിനെ പറ്റി എന്ത് ചെയ്യുക, നമുക്ക് ആത്മനിർഭർ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ സെൽഫ് സഫിഷ്യൻ്റ് ആണ് കേട്ടോ. സെൽഫ് റിലയൻസ്, അതായത് നമുക്ക് എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. മാക്സിമം എന്ത് ചെയ്യുക, വേൾഡ് വൈഡ് ഒരു കോണ്ടാക്ട് ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടും നടത്താതിരിക്കുക. അങ്ങനല്ല, ഇപ്പൊ ഓസ്ട്രേലിയയായിട്ട് നമുക്ക് എന്തെങ്കിലും കരാർ, കാരണം അവിടെ എന്തുണ്ട്, നല്ല ആന്ത്രസൈറ്റ് കോൾ ഉണ്ട്. ഓസ്ട്രേലിയ ഇപ്പൊ എന്തുണ്ട്, ആന്ത്രസൈറ്റ് കോൾ ഉണ്ട്. ഇന്ത്യയിൽ എന്തില്ല, ആന്ത്രസൈറ്റ് ഇല്ല. അപ്പൊ എങ്ങനെ ഇന്ത്യക്ക് എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും ആന്ത്രസൈറ്റ് കോൾ കിട്ടത്തില്ല. ഈ 10 വർഷത്തിനുള്ളിൽ ഒരിക്കലും ആന്ത്രസൈറ്റ് കോൾ എന്ത് ചെയ്യത്തില്ല, ഇന്ത്യക്ക് കിട്ടത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം, ഓസ്ട്രേലിയ സഹായം വേണം. ഓക്കെ, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ മിനറൽസ് ഏറ്റവും കൂടുതലുള്ളത് ചൈനയിലാണ്. കാരണം അതിന്റെ റോ മെറ്റീരിയൽസ് ചൈനയിലാണ് കൂടുതൽ. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്തേ പറ്റൂ. പക്ഷേ ആത്മനിർഭർ ഭാരത് എന്ന് ഉദ്ദേശിക്കുന്ന സാധനം ഇപ്പൊ നമുക്ക് എന്താണോ ഉള്ളത്, ഇപ്പൊ നമുക്ക് എന്തുണ്ട്, നല്ല ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉണ്ട്, യൂത്തിന്റെ പോപ്പുലേഷൻ നല്ലോണം ഉണ്ട്. അപ്പൊ അതിനെ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഉള്ളത് വേറെ, ഇപ്പൊ നമുക്ക് നല്ല ബിറ്റുമിനസ് കോൾ ഉണ്ട്. ബിറ്റുമിനസ് കോൾ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നല്ല സോളാർ എനർജി ഉണ്ട്, അതിനെന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതെന്ത് ചെയ്യുക, സോളാർ പാനൽസും സോളാറിന്റെ കമ്പോണൻസും ഒക്കെ എന്ത് ചെയ്യുക, മാക്സിമം ഇവിടെ തന്നെ ഉണ്ടാക്കുക. അതിന്റെ ഇമ്പോർട്ട് കുറയ്ക്കുക. ഓക്കെ, എല്ലാത്തിനും ഇമ്പോർട്ട് എന്ത് കുറയ്ക്കാൻ പറ്റത്തില്ല, ഒരു രാജ്യത്തിനും കുറയ്ക്കാൻ പറ്റത്തില്ല. ഗോൾഡ് ഏറ്റവും കൂടുതൽ എവിടെ ഉള്ളത്, ആഫ്രിക്കയിൽ. അപ്പൊ ആഫ്രിക്കയിലെ ഗോൾഡ് നമുക്ക് എന്തുണ്ട്, ഇമ്പോർട്ട് ചെയ്തേ പറ്റൂ. ഇന്ത്യയിൽ ഗോൾഡിന്റെ ഡിപ്പോസിറ്റ് വളരെ കുറവാണ്. ഓക്കെ, പക്ഷേ ബോക്സൈറ്റ് ഉണ്ട് ഇന്ത്യയിൽ, പിന്നെന്താ ചാൽക്കോലൈറ്റ് ഉണ്ട്, സിങ്ക് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പല റോ മെറ്റീരിയൽസ് ഇന്ത്യയിലുണ്ട്, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ജിയോ തെർമൽ എനർജി ഉണ്ട്, അതൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക, മാക്സിമം മിനറൽസും റിസോഴ്സസും. അതാണ് ആത്മനിർഭർ ഭാരത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മൊത്തം ഇമ്പോർട്ട് കുറയ്ക്കുക അല്ല, അത് ഒരിക്കലും സാധ്യമാകത്തുമില്ല. കാരണം വേൾഡ് ഈസ് എല്ലാ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡന്റ് ആണ് കേട്ടോ. ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ ഒരു രാജ്യത്തിനും പൂർണ്ണമായിട്ടും പറ്റത്തില്ല. എല്ലാ റിസോഴ്സസും ഒറ്റ രാജ്യത്ത് കാണണമെന്നില്ല കേട്ടോ. അതാണ് ഈ ആത്മനിർഭർ ഭാരത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമ്പോർട്ട് കുറയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇമ്പോർട്ട് പൂർണ്ണമായിട്ട് നിർത്തുക, മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഡിപ്പെൻഡൻസ് ഇല്ലാതാക്കുക എന്ന് ഒരിക്കലും അർത്ഥമില്ല. ഡിപ്പെൻഡൻസ് കുറയ്ക്കാം. ഇപ്പൊ നമുക്കുള്ള റിസോഴ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എന്ത് ചെയ്യുക, കുറയ്ക്കാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരിക്കലും ഡിപ്പെൻഡൻസ് ഇല്ലാതാക്കാൻ പറ്റും. ഇൻഡിപെൻഡന്റ് പൂർണ്ണമായിട്ടും സാധ്യമല്ല കേട്ടോ. കാരണം ഇമ്പോർട്ട് വരും, ഉറപ്പായിട്ടും ഇമ്പോർട്ട് വരും. ഇമ്പോർട്ട് എക്സ്പോർട്ട് കാലങ്ങളായിട്ടുള്ളതാ, മൈഗ്രേഷൻ കാലങ്ങളായിട്ടുള്ളതാ കേട്ടോ. അതേപോലെ തന്നെ ഇതും. ഓക്കെ, പൾസസ് എന്ത് ചെയ്യുക, നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ടും, പൾസസിന്റെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസേഴ്സ് ആണ് ലോകത്തിൽ തന്നെ. പൾസസിന്റെ കാര്യത്തിൽ നമ്മുടെ ഈ കടല, കപ്പലണ്ടി, വെള്ളക്കടല, ഹോഴ്സ് ഗ്രാം, മുതിരയാണെന്ന് തോന്നുന്നു, ഹോഴ്സ് ഗ്രാം, പിന്നെന്താ ചെറുപയർ, വൻപയർ, മറ്റേ ഹരികൃഷ്ണൻസിലെ മോഹൻലാലും മമ്മൂട്ടിയും കൂടെ പറയുന്ന പോലെ ആയിപ്പോയി. വൻപയർ, അങ്ങനെ കടല, നിലക്കടല, ഒറ്റേത് മറിച്ചതെന്നൊക്കെ പറയത്തില്ലേ. ഓക്കെ, അപ്പം പൾസസിന്റെ കാര്യത്തിൽ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് നമ്മളാണ് ഏറ്റവും കൂടുതൽ, കൺസ്യൂമേഴ്സ് നമ്മളാണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളാ, കൺസ്യൂം ചെയ്യുന്നത് നമ്മളാണ്. അതേപോലെ ഏറ്റവും കൂടുതൽ പൾസസ് ഇമ്പോർട്ട് ചെയ്യുന്നത് നമ്മളാണ്. അപ്പൊ പൾസസിന്റെ കാര്യം നമുക്ക് ഭയങ്കര കോൺട്രഡിക്ഷനാണ് അല്ലേ. കാരണം പ്രൊഡ്യൂസറും നമ്മളാണ്, ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ തന്നെ ലോകത്തിൽ, പക്ഷെ ഇമ്പോർട്ടും ചെയ്യുന്നുണ്ട്. കാരണം അത്രയ്ക്കും ഡിമാൻഡ് ഉണ്ട് പൾസസിന്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏകദേശം പകുതി കൂടുതൽ ആൾക്കാർ വീജന. ഞാനിപ്പോൾ നോൺ വെജാണ്, ഞാൻ നോൺ വെജ് ആകുമ്പോൾ മീനും മുട്ടയൊക്കെ കഴിക്കും. പക്ഷെ അവർക്ക് ഈ നോൺ വെജിറ്റേറിയന് മീനും മുട്ടയൊക്കെ കഴിക്കുന്നുണ്ട് എന്ത് കിട്ടും, മീന്, മുട്ട, ഇറച്ചി വഴി എന്ത് കിട്ടും, പ്രോട്ടീൻ കിട്ടും. പക്ഷേ ഈ വെജിറ്റേറിയൻ ഫുഡുകാർക്ക് എന്താ കൂടുതൽ, കാർബോഹൈഡ്രേറ്റും ഫൈബർ, അതാണ് കൂടുതൽ കേട്ടോ. കാർബോഹൈഡ്രേറ്റും വൈറ്റമിൻസും ആയിരിക്കും നോൺ വെജ് ഫുഡിൽ കൂടുതൽ. പക്ഷേ അവർക്ക് എന്തില്ല, പ്രോട്ടീൻ കുറവായിരിക്കും ആണല്ലോ. പ്രോട്ടീൻ കുറവാകുന്ന കാരണം അവരെന്തായിരിക്കും മാക്സിമം കൺസ്യൂം ചെയ്യുന്നത്, അവർ കൺസ്യൂം ചെയ്യുന്നത്
പൾസസ് ആണ്. അപ്പം അവരുടെ പ്രോട്ടീൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ഈ നോൺ വെജിറ്റേറിയൻസ് എന്ത് നല്ലോണം പൾസസ് കൺസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കൺസംഷനും ഇമ്പോർട്ടിങ്ങും പൾസസിന്റെ കാര്യത്തിൽ ഇന്ത്യ വരുന്നത് കേട്ടോ. അപ്പം മാക്സിമം പൾസസ് പ്രൊഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ഈ കൺസംഷനും ഇമ്പോർട്ടിങ്ങും എന്ത് ചെയ്യുക. കൺസംഷൻ ഒരിക്കലും നമുക്ക് ഇനി കുറയ്ക്കാൻ പറ്റത്തില്ല. കാരണം എന്താ, ആൾക്കാരുടെ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കും. വെജിറ്റേറിയൻ്റെ പോപ്പുലേഷൻ കൂടുക, അതുപോലെ നോൺ വെജിറ്റേറിയനും കൂടുന്നുണ്ട്. ഇന്ത്യയിലെ പോപ്പുലേഷൻ കൂടുന്നുണ്ട്, കൺസംഷൻ ഒരിക്കലും കുറയ്ക്കാൻ പറ്റത്തില്ല അല്ലേ. നമുക്ക് എന്ത് കുറയ്ക്കാം, ഇമ്പോർട്ടിങ് കുറയ്ക്കാം. എങ്ങനെ, പ്രൊഡക്ഷൻ കൂട്ടിയാൽ ആണല്ലോ. അതിനുവേണ്ടിയാണ് എന്ത് ആത്മനിർഭർ ഭാരതിന്റെ അടിയിലെ ആത്മനിർഭരത ഇൻ പൾസസ്. ഓക്കെ, അതെന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആത്മനിർഭരത ഇൻ പൾസസ് 2025-31 6 കൊല്ലത്തേക്ക്. ഓക്കെ, 6 കൊല്ലത്തേക്ക് ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതെന്തായിരിക്കും, പൾസസ് പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യുക, ഫാമേഴ്സിന് ഇൻകം കൂട്ടുക, റെഡ്യൂസ് ഡിപ്പെൻഡൻസ് ഓൺ ഇമ്പോർട്ട്സ്. നമുക്ക് എന്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിപ്പെൻഡൻസ് മാത്രം കുറയ്ക്കാനേ പറ്റൂ, റെഡ്യൂസ് ചെയ്യാനേ പറ്റൂ. ഒരിക്കലും ഒന്നിന്റെ കാര്യത്തിൽ എന്താണ് ഇല്ലാതാക്കാൻ, ഡിപ്പെൻഡൻസ് ഇല്ലാതാക്കാൻ പറ്റത്തില്ല, റെഡ്യൂസ് ചെയ്യാനേ പറ്റൂ കേട്ടോ. അതാണ് ഈ ആത്മനിർഭർ ഭാരത് എന്നൊക്കെ മോദി പറയുന്നത്. മോദിജി ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്ത് ചെയ്യുക, നമുക്ക് ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ട് ഒരു കോണ്ടാക്റ്റും വേണ്ട, നമുക്ക് ഉള്ളത് നമുക്ക് വേണ്ട നമ്മൾ തന്നെ ഉണ്ടാക്കണമെന്ന് മോദിക്ക് പറയാൻ പറ്റത്തില്ല. മോദി നല്ല ട്രംപിന് പറയാൻ പറ്റത്തില്ല, പുട്ടിനും പറയാൻ പറ്റത്തില്ല. എന്താ ചെയ്യുന്നുണ്ട്, നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡന്റ് അല്ലേ. അതുകൊണ്ടാണ് ഒരു യുദ്ധം വരുമ്പോൾ ഗോൾഡിന്റെ വില കൂടുന്നത് അല്ലേ. ഒരു യുദ്ധം വരുമ്പോൾ ക്രൂഡ് ഓയിലിന്റെ വില കൂടുന്നത് എന്തുകൊണ്ടാണ്, ലോകം മൊത്തം ഡിപ്പെൻഡന്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ പൾസസിന്റെ പ്രൊഡക്ഷൻ കൂട്ടുക, ഫാമേഴ്സിന്റെ ഇൻകം കൂട്ടുക, ഡിപ്പെൻഡൻസ് കുറയ്ക്കുക. ഇല്ലാതാക്കാവുന്ന സ്റ്റേറ്റ്മെന്റ് വന്നാൽ തെറ്റാണ്, റെഡ്യൂസ് എന്ന് വന്നാലേ ശരിയാവത്തുള്ളൂ. ഡിപ്പെൻഡൻസ് ഇല്ലാതാക്കുക കേട്ടോ, അങ്ങനെ വന്നാൽ തെറ്റാണ്. ഓക്കെ, ഇനി ഇത് ഏത് മിനിസ്ട്രി ഉണ്ടല്ലോ, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ഫാമേഴ്സ് വെൽഫെയർ. ഇപ്പോഴത്തെ കറസ്പോണ്ടിങ് മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ ശിവരാജ് സിംഗ് ചൗഹാൻ. മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്നു ശിവരാജ് സിംഗ് ചൗഹാൻ കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ മിനിസ്റ്റർ ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആരാന്ന് ചോദിച്ചാലും ശിവരാജ് സിംഗ് ചൗഹാൻ ആണ് കേട്ടോ. മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്നു നേരത്തെ, ഇപ്പോഴത്തെ മോഹൻ യാദവിന് മുന്നേ ഉള്ള മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്നു ശിവരാജ് സിംഗ് ചൗഹാൻ. ഓക്കെ ആണല്ലോ. അപ്പം മിഷൻ ഫോർ ആത്മനിർഭരത ഭാരത് ഇത് മോദിജി നേരത്തെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒഫീഷ്യലായിട്ട് ലോഞ്ച് ആക്കിയത്. പൾസസിന്റെ പ്രൊഡക്ഷൻ കൂട്ടുക, ഫാമേഴ്സിന്റെ ഇൻകം കൂട്ടുക, ഡിപ്പെൻഡൻസ് കുറയ്ക്കുക, ഇതുപോലത്തെ സ്റ്റേറ്റ്മെന്റ് വരും കേട്ടോ. ഡിപ്പെൻഡൻസ് കുറയ്ക്കാന്ന് മാത്രം മതി, അതായിരിക്കും ശരി. അല്ല ഡിപ്പെൻഡൻസ് ഇല്ലാതാക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരുമായിരിക്കും. ചിലപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെറുപയർ കാണും, വൻപയർ കാണത്തില്ല. വൻപയർ എന്ത് ചെയ്യേണ്ടി വരും, ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും ചില വർഷങ്ങളിൽ അല്ലേ. ചിലപ്പോൾ കപ്പലണ്ടി വേണ്ടായിരിക്കും, ചിലപ്പോൾ കശുവണ്ടി വേണമായിരിക്കും. നമ്മുടെ പറങ്ങാണ്ടി എന്ന് പറയും ചിലവർ, കശുവണ്ടി. ഓക്കെ, ഇത് ഏത് മിനിസ്റ്റർ അണ്ടറല്ല, പൾസസ് ആണല്ലോ. അപ്പം മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിനടിയിലാണ്. ഇപ്പോഴത്തെ കറസ്പോണ്ടിങ് മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൗഹാൻ ആണ്. അദ്ദേഹമാണ് ഇപ്പോഴത്തെ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. ഓക്കെ, പിന്നെ എന്താണ്, ഇൻ കൊളാബറേഷൻ വിത്ത് നാഫെഡ്, NCCF ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. അത്രയൊന്നും വേണ്ട കേട്ടോ, അതൊക്കെ എന്തായിരിക്കും ശരിയായിരിക്കും. ഇൻ കൊളാബറേഷൻ വിത്ത് ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറയും സ്റ്റേറ്റ്മെന്റ് വരുവാണെങ്കിൽ എന്ത് ചെയ്യുക, അപ്പൊ തന്നെ ടിക്ക് ചെയ്യുക കേട്ടോ. കാരണം അതൊക്കെ നല്ല സ്റ്റേറ്റ്മെന്റുകളാണ്. കാരണം എന്താ, ഫെഡറലിസം എന്തായിരുന്നു, കൊളാബറേഷനും കോർഡിനേഷനും ഒക്കെ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ കൂട്ടുക എന്ന് പറയുന്നത് നല്ല സ്റ്റേറ്റ്മെന്റ് ആണ്. അതൊക്കെ എന്ത് ചെയ്യുക, അപ്പൊ തന്നെ ടിക്ക് ഇടുക. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. പൾസസിന്റെ പൾസസിന്റെ ഈ സ്കീം വളരെ ഇമ്പോർട്ടന്റ്. കാരണം നമുക്ക് വർഷങ്ങളായിട്ട് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് പോലും നമ്മൾ കൺസപ്ഷനും ചെയ്യുന്ന ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ പൾസസിന്റെ പ്രൊഡക്ഷൻ നമ്മളായിട്ടും ഏറ്റവും കൂടുതൽ കൺസ്യൂമും ചെയ്യുന്നുണ്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടും ചെയ്യുന്നു. എന്നിട്ട് ഇമ്പോർട്ടും ചെയ്യുന്നു, കാരണം കൺസപ്ഷൻ്റെ അത്ര എന്തില്ല, പ്രൊഡക്ഷൻ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇമ്പോർട്ട് കുറയ്ക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, പൾസസിന്റെ പുതിയൊരു മിഷൻ ആരംഭിച്ചു. ഓക്കെ ആണല്ലോ. ഇത് ഞാൻ നേരത്തെയും ചെയ്തിട്ടുണ്ട് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട്. അതുകൊണ്ടാണ് ഈ 3 പോയിന്റിൽ ഒതുക്കിയത്. പിന്നെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇട്ടത് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്തത് യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റീസ്. ഇത് മറ്റേതല്ല കേട്ടോ, യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റ് അല്ല, അത് വേറെ സാധനമാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൾച്ചറിലും ഉണ്ട് നാച്ചുറലും ഉണ്ട്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്ന് പറയുന്ന സാധനം കൾച്ചറിലും ഉണ്ട് നാച്ചുറലും ഉണ്ട്. നാച്ചുറൽ 7 എണ്ണേ ഉള്ളൂ, ബാക്കി 30 സംതിങ് എന്താണ് കൾച്ചറിലാണ്. നമ്മുടെ എല്ലോറ, അജന്ത, മറ്റേ മൊയ് ഡാം, ആഹം ഡൈനാസിയുടെ മൊയ് ഡാം, മറാത്ത ഡൈനാസിയുടെ പുതിയ സാധനം, ഇതൊക്കെ കൾച്ചറിലാണ്. പിന്നെ കാഞ്ചൻജംഗ മാത്രമേ ഉള്ളൂ, സിക്കിമിലെ കാഞ്ചൻജംഗ മാത്രമേ ഉള്ളൂ കൾച്ചറിലും നാച്ചുറലും കോമൺ ആയിട്ടുള്ളത്. ഓക്കെ, ബാക്കിയുള്ള വെസ്റ്റേൺ ഗട്ട്സ്, സുന്ദർബൻസ്, കിയോലാഡിയോ ഇതൊക്കെ
നാച്ചുറലും മറ്റേത് കൾച്ചറലും. അങ്ങനെ നമ്മൾ രണ്ടും കൂടെ ചേർത്താണ് എന്ത് പറയുന്നത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. ഇത് ആ സാധനമല്ല, യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റി. നമ്മുടെ ഡാൻസ്, പാട്ട്, ഗ്യാസ്ട്രോണമി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് യുനെസ്കോയുടെ പുതിയ സാധനമാണ്, പണ്ടില്ലായിരുന്നു, പുതിയതായിട്ട് വന്നേ. പുതിയതായിട്ട് എന്താ ആഡ് ചെയ്ത്? ലക്നൗ എന്താണ് ഗ്യാസ്ട്രോണമിയുടെ ഒരു ക്രിയേറ്റീവ് സിറ്റി ആയിട്ട് എന്ത് ആഡ് ചെയ്തിട്ടുണ്ട്? ലക്നൗ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്യാസ്ട്രോണമി എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടതാ. ആർട്ട് ഓഫ് സെലക്ടിങ്, കുക്കിംഗ് ആൻഡ് ഈറ്റിംഗ് ഫുഡ് കേട്ടോ. അതായത് ഏത് ഭക്ഷണമാണ് തിരഞ്ഞെടുക്കുക, അത് പാചകം ചെയ്യുന്ന വിധം, നമ്മൾ കഴിക്കുന്ന രീതി കേട്ടോ. ഇത് മൂന്നുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ടേമാണ് ഗ്യാസ്ട്രോണമി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗ്യാസ്ട്രോണമി 2025 യുനെസ്കോ തിരഞ്ഞെടുത്തത് ലക്നൗ ആണ്. പിന്നെ ഇത്തവണത്തെ യുനെസ്കോയുടെ സെഷൻ നടന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ഉസ്ബെക്കിസ്ഥാനാണ്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ചോദിക്കാം, യുനെസ്കോയുടെ 2025 43rd യുനെസ്കോ ജനറൽ കോൺഫറൻസ് എവിടെ വെച്ച് നടന്നതെന്ന് ചോദിച്ചാൽ ഉസ്ബെക്കിസ്ഥാനിലാണ് നടന്നത്. യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക് ഈസ് എ ഗ്ലോബൽ പ്ലാറ്റ്ഫോം ഫോർ സിറ്റീസ് ദാറ്റ് യൂസ് ക്രിയേറ്റിവിറ്റി ആൻഡ് കൾച്ചറൽ ഇൻഡസ്ട്രീസ് ആസ് കീ ഡ്രൈവേഴ്സ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഓക്കെ, അതായത് എന്ത് ചെയ്യുക, യുനെസ്കോയുടെ ഇപ്പൊ ഇനി ലക്നൗ എന്ന് വെച്ചാൽ എന്താണ്? പണ്ടത്തെ അവധ, നമ്മുടെ അവധ് റീജിയനിലെ സാധനമാണ് കേട്ടോ. പണ്ടത്തെ അവധ് എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ലക്നൗ. നമ്മുടെ ബാറ്റിൽ ഓഫ് ബക്സർ 1764 ഷുജാ ഉദ്ദൗള, ട്രീറ്റി ഓഫ് അലഹാബാദ് അല്ലെ. അപ്പം ഈ അവധ് റീജിയന് പറയുന്ന അവധ് ഒരു വലിയ കൺട്രി ആയിരുന്നു, അതിലെ വലിയൊരു പ്രിൻസിലി സ്റ്റേറ്റ് ആയിരുന്നു, പ്രൊവിൻസ് ആയിരുന്നു. അതിലെ പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു ലക്നൗ. ഓക്കെ, അപ്പം പ്രധാനപ്പെട്ട നഗരമായിരുന്നു ലക്നൗ. അപ്പൊ അവിടുത്തെ ഫുഡിന്റെ ഫുഡ് തിരഞ്ഞെടുക്കുന്നതും പാചകം ചെയ്യുന്നതും കഴിക്കുന്നതും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ടൈമാണ് ഗ്യാസ്ട്രോണമി. അതെന്താണ്? ഒരു ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിൽ എന്ത് ആഡ് ചെയ്തിട്ടുണ്ട്? യുനെസ്കോ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് എന്താക്കുക? നമ്മുടെ പഴയ കൾച്ചറുമായിട്ടൊക്കെ എന്ത് ചെയ്യുക? ഡൈവേഴ്സ് ആക്കുക, അതുവഴി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ടുവരിക. ഇതാണ് യുനെസ്കോയുടെ ലക്ഷ്യം. അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട. പക്ഷെ ഒരു വേഗ് ഐഡിയ, ഏകദേശം ഒരു ഐഡിയ മാത്രം ഉണ്ടാക്കി വെച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കത്തില്ല. ചോദിക്കുന്നത് ഗ്യാസ്ട്രോണമിയിൽ ആഡ് ചെയ്ത പുതിയ സൈറ്റ് ചെയ്ത ലക്നൗ. ഇനി ചോദിക്കുന്നത് ഇത്തവണത്തെ കോൺഫറൻസ് നടന്ന എവിടെ? ഉസ്ബെക്കിസ്ഥാനിൽ. പിന്നെ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ ഉടനെ അങ്ങ് ശരിയില്ല. കാരണം സസ്റ്റൈനബിൾ അർബൻ ഡെവലപ്മെന്റ് നടത്തുക. ഓക്കെ, നല്ല കാര്യം. കൾച്ചറൽ ഇൻഡസ്ട്രീസും ക്രിയേറ്റിവിറ്റിയും വഴി ഡൈവേഴ്സിറ്റി കൂട്ടുക. ഓക്കെ, നല്ല കാര്യം. ഇതൊക്കെ വന്നാൽ എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. ഇതൊക്കെ UPSCക്ക് മതി. എന്ത് ചെയ്യുക? സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ അനലൈസ് ചെയ്ത് മാസ്മരികമായിട്ട് ചിന്തിക്കേണ്ട പരിപാടി UPSCക്ക് മതി. PSCക്ക് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. SSC ഇതുവരെ അങ്ങനെ തുടങ്ങിയിട്ടില്ല. സ്റ്റേറ്റ്മെന്റ് കൂടുതൽ ഇങ്ങനെ അനലൈസ് ചെയ്ത് ചെയ്യാൻ SSC തുടങ്ങിയിട്ടില്ല. ഓക്കെ, SSC എന്ത് ചെയ്യുക? നല്ല സ്റ്റേറ്റ്മെന്റ് ഒക്കെ എന്ത് ചെയ്യുക? നല്ലതായിട്ടാണ് ഇപ്പൊ പോകുന്നത്, മാറ്റാം, ക്വസ്റ്റ്യൻസ് ഒക്കെ മാറാം. ഇപ്പൊ എന്ത് ചെയ്യുക? നിലവിൽ അങ്ങനെ മാറ്റിയിട്ടില്ല SSC. ഓക്കെ, ഞാൻ പറഞ്ഞ പണ്ട് എന്തായിരുന്നു, ഇപ്പൊ വെറും 20 വർഷമായിട്ടേ ഉള്ളൂ എന്ത് തുടങ്ങിയിട്ട് നമ്മുടെ ഈ പരിപാടി. യുനെസ്കോയുടെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ക്രിയേറ്റീവ് സിറ്റീസിന്റെ നെറ്റ്വർക്ക് തുടങ്ങിയിട്ട് എത്ര വർഷമായുള്ളൂ? 2004 മാത്രമാണ് തുടങ്ങിയത് കേട്ടോ. നമ്മുടെ ഗർഭ ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ ഗുജറാത്തിന്റെ, എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻടാഞ്ചിബിൾ ഡാൻസിന്റെ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുക? കൾച്ചറൽ ഡൈവേഴ്സിറ്റി കൂട്ടാനായിട്ടുള്ള പരിപാടികൾ യുനെസ്കോയുടെ കേട്ടോ. ഓക്കെ, അപ്പൊ യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക് ഗ്യാസ്ട്രോണമിയിൽ ആഡ് ചെയ്ത് സിറ്റി ഏതാ? ലക്നൗ. ഇത്തവണത്തെ യുനെസ്കോയുടെ കോൺഫറൻസ് നടന്നത് ഉസ്ബെക്കിസ്ഥാനിൽ. ഓക്കെ ആണല്ലോ. ഇത് 2004 ഇനിഷ്യേറ്റീവ് വന്നത്. ഓക്കെ, ഇനി ഇന്ത്യൻ സിറ്റീസ് അണ്ടർ യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക് UCCN അടിയിലുള്ള ഇന്ത്യൻ സിറ്റീസ് ഏതൊക്കെയാണ്? ജയ്പൂർ ഇമ്പോർട്ടന്റ് ആണ്. ക്രാഫ്റ്റ് ആൻഡ് ഫോക്ക് ആർട്സ്. നമുക്കറിയാം ജയ്പൂരിൽ എന്തുണ്ട്? ക്രാഫ്റ്റും ഫോക്ക് ആർട്സും ഉണ്ട്. നിങ്ങളൊന്ന് സൂം ചെയ്യണേ ഇത് കേട്ടോ. ഇതൊന്ന് സൂം ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. കാരണം ഇത്രയും വലിയ ഒരു ഫിഗർ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. മാക്സിമം സൂം ചെയ്യുന്നതിൻ്റെ അത്രയും സൈസിലാണ് ഇൻസേർട്ട് ചെയ്തേക്കുന്നത്. എന്നാൽ നിങ്ങളും കൂടെ ഒന്ന് സൂം ചെയ്തേക്കണേ. ഓക്കെ, ആദ്യമായിട്ട് വരുന്നത് എന്നാണ്? 2015. ഓക്കെ, 2015 ആദ്യമായിട്ട് എന്ത് വരുന്നത്? നമ്മുടെ ജയ്പൂർ ആദ്യമായിട്ട് ക്രാഫ്റ്റ് ആൻഡ് ഫോക്ക് ആർട്സ് എന്ന ഫീൽഡിൽ റെക്കഗ്നീഷൻ കിട്ടുന്നത്. ഓക്കെ, വാരണാസി എല്ലാവർക്കും അറിയാം, മ്യൂസിക്. നമ്മുടെ ഖരാനാസ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ കഥക്കിന്റെ ഖരാനാസ്. ചെന്നൈ MS സുബലക്ഷ്മി, ഇമ്പോർട്ടൻ്റ് ആയി കുറേ ആൾക്കാരുണ്ട് ചെന്നൈയിൽ നിന്ന്. അതും മ്യൂസിക്കാണ്. മുംബൈ നമ്മുടെ ദാദാബായ് ഫാൽക്കെ ഫിലിം ആണ് മുംബൈ. ഹൈദരാബാദ് ഗ്യാസ്ട്രോണമി, ഇമ്പോർട്ടൻ്റ് ആണ് ഹൈദരാബാദ്. ഓക്കെ, ഇനി ചെന്നൈ വരുന്നത് 2017. ഇയർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. മുംബൈ വരുന്നത് 2019. ആദ്യത്തെ ഒന്ന് പഠിച്ചോ, ജയ്പൂരിന് 2015 കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചോ. ജയ്പൂർ വരുന്ന 2015. വാരണാസി എന്ന് വന്നോ ചെന്നൈ എന്ന് വന്നോ ഒന്നും വേണ്ട. കാരണം അതൊക്കെ പഴയതായി. ഇനി അത് ചോദിക്കത്തില്ല. ഇനി വരുന്നത് വരുന്നത് കോഴിക്കോട് പഠിക്കുക, ഗ്വാളിയാർ പഠിക്കുക,
ലക്നൗ പഠിക്കുക. ഇത് മൂന്നും പഠിക്കുക. കാരണം എന്താ 2023 ശേഷം ഇത് മൂന്നും വന്നത്. അത് പഠിക്കുക. ബാക്കി ശ്രീനഗർ വരെ എന്ത് 2021. ഓക്കെ. ഹൈദരാബാദ് എന്തുണ്ട് അവിടെ? ഹൈദരാബാദി ബിരിയാണിയൊക്കെ നല്ല ഫേമസ് അല്ലേ? അപ്പൊ എന്താ? ഗ്യാസ്ട്രോണമി ആണല്ലോ. ഇനി ശ്രീനഗറിലും എന്തുണ്ട്? നമ്മുടെ ഹൗസ് ബോട്ടിന് തന്നെ ഒരു പേരുണ്ട് അവിടെ, ദാൽ ലേക്കില്. ഞാൻ മറന്നുപോയത്, നോക്കട്ടെ. അത് നല്ലൊരു പേരായിരുന്നത്, ചോദിച്ചിട്ടുമുണ്ട്. ദാൽ ലേക്ക് ഹൗസ് ബോട്ട്. ദോങ്ക അത് തന്നെ, ദോങ്ക. അവിടുത്തെ ശിഖാരാസ് എന്നും പറയും കേട്ടോ. ശിഖാരാസ് ദോംബ അവിടുത്തെ എന്താണ്? ദോങ്ക അല്ലെങ്കിൽ ശിഖരാസ് അവിടുത്തെ ഹൗസ് ബോട്ടിന്റെ പേരുകളാണ്. ഓക്കെ. അപ്പൊ ശ്രീനഗറിൽ എന്താണ്? അവിടുത്തെ ക്രാഫ്റ്റും folk ആർട്സും എന്താണ്? ഭയങ്കര നല്ല ഫേമസ്. അപ്പൊ അതാണ് ശ്രീനഗറിന്റെ. ഓക്കെ. ഇനി കോഴിക്കോട് നമുക്ക് എല്ലാവർക്കും അറിയാം. 2023 ലിറ്ററേച്ചർ ഗ്വാളിയാർ. നമ്മുടെ ഗ്വാളിയാർ മ്യൂസിയം, മധ്യപ്രദേശിലെ ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ ഉണ്ട് ഗ്വാളിയാർ എന്നും പറഞ്ഞ്. പിന്നെ എന്താ? ഗ്വാളിയാർ ഖരാനയുണ്ട്. പിന്നെ മധ്യപ്രദേശ് അല്ലേ നമ്മുടെ എന്താണ് ടാർസന്റെ ഒക്കെ നാടാന്ന് തോന്നുന്നു ഗ്വാളിയാറൊക്കെ. ഓക്കെ. ഇനി ലക്നൗ എന്താണ്? ഗ്യാസ്ട്രോണമി. ഓക്കെ. അപ്പം ജയ്പൂർ എന്താണ്? ക്രാഫ്റ്റ് ആൻഡ് ഫോക്ക് ആർട്സ് ആദ്യമായിട്ട് വന്നത് അതെന്നാണ് 2015. പിന്നെ വാരണാസി മ്യൂസിക്, ചെന്നൈ മ്യൂസിക്, മുംബൈ ഫിലിം, ഹൈദരാബാദ് ഗ്യാസ്ട്രോണമി, ശ്രീനഗർ ജയ്പൂർ പോലെ തന്നെ ഫോക്ക് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്, കോഴിക്കോട് ലിറ്ററേച്ചർ, ഗ്വാളിയർ മ്യൂസിക്, ലക്നൗ ഗ്യാസ്ട്രോണമി. ഓക്കെ. മധ്യപ്രദേശ് എന്തൊരു സമ്മാൻ അവാർഡ് കൊടുക്കുന്നുണ്ടല്ലോ മ്യൂസിക്കിനെയൊക്കെ പറ്റി. ഓക്കെ. അപ്പൊ അതൊക്കെ എന്താണ്? ഗ്വാളിയർ ബന്ധപ്പെട്ടത്. ഓക്കെ. ഗ്വാളിയർ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഗ്വാളിയർ ഖരാനയുണ്ട്. കഥക്കിന്റെ ഖരാന ഭയങ്കര ഫേമസ്, ഗ്വാളിയർ ഖരാന. അപ്പൊ അത് എന്റെ ഫാദറിനെയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ട് ഗ്വാളിയർ കിട്ടും. തെറ്റുന്നത് വാരണാസി നമ്മൾ ഓർക്കത്തില്ല. ഹൈദരാബാദ് പിന്നെ ദം ബിരിയാണിയൊക്കെ ഉള്ളതുകൊണ്ട് ഫുഡിന്റെ കാര്യം ഓർക്കും. ലക്നൗ അങ്ങനെ ഓർക്കാൻ ചാൻസ് ഇല്ല. പക്ഷെ ലക്നൗ ഉണ്ട്. അത് പുതിയതായതുകൊണ്ട് ഓർത്തിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ് ലക്നൗ കേട്ടോ. ഓക്കെ. അപ്പൊ ജയ്പൂർ ക്രാഫ്റ്റ് ആൻഡ് ഫോക്ക് ആർട്സ്, വാരണാസി മ്യൂസിക്, ചെന്നൈ മ്യൂസിക്, മുംബൈ നമ്മുടെ ഫിലിം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫിലിം എവിടെയാണ്? മുംബൈയിലെ ദാദാബായ് ഫാൽക്കെ. പുള്ളി അദ്ദേഹമായിരുന്നു മുംബൈക്കാരനാണ്. അപ്പൊ പിന്നെ ഹൈദരാബാദ് ഗ്യാസ്ട്രോണമി, ശ്രീനഗർ ക്രാഫ്റ്റ് ആൻഡ് ഫോക്ക് ആർട്സ്, കോഴിക്കോട് എന്താണ്? ലിറ്ററേച്ചർ, ഗ്വാളിയർ മ്യൂസിക്, ലക്നൗ ഗ്യാസ്ട്രോണമി. ഓക്കെ. ഏകദേശം ഒരു ഇന്ത്യയെ പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ SSC മോക്കൊക്കെ ചെയ്ത് അല്ലെങ്കിൽ RRB മോക്കോ ചെയ്യുന്നവർക്ക് എന്ത് കിട്ടും? അത്യാവശ്യം ഒരു ഐഡിയ കിട്ടും ഇതിനെപ്പറ്റി ഏതൊക്കെ ഉണ്ടെന്ന് കേട്ടോ. പിന്നെ കോഴിക്കോടും ഗ്വാളിയറും എല്ലാവർക്കും അറിയാമായിരിക്കും. ഓക്കെ. ഇതൊന്ന് ഐഡിയ വെച്ചോ കേട്ടോ. ഐഡിയ ആയിട്ടൊന്ന് മനസ്സിൽ വെച്ചേക്കണേ. ഇത് മറക്കല്ലേ. ഇയർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ജയ്പൂർ മാത്രം 2015 ഓർത്തിരിക്കുക. പിന്നെ കോഴിക്കോട് ലിറ്ററേച്ചർ 2023, ഗ്വാളിയർ എന്താ 2023 മ്യൂസിക്, ലക്നൗ 2025 ഗ്യാസ്ട്രോണമി. ഒന്ന് പഠിക്കുക കേട്ടോ. അവസാനത്തെ 3 പഠിക്കുക, ആദ്യത്തെയും പഠിക്കുക. ബാക്കി ഇടയ്ക്കത്തെ ഒന്നും വർഷം അങ്ങനെ ചോദിക്കത്തില്ല. കാരണം അതിന്റെ കാലം കഴിഞ്ഞു. കോവിഡിന് മുന്നേ ഉള്ളതൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പം പുതിയതായിട്ട് വന്നത് ലക്നൗ ആണ്. ഇതെന്താണ്? ക്രിയേറ്റിവിറ്റി ആൻഡ് കൾച്ചർ ഇൻഡസ്ട്രി ഡൈവേഴ്സിറ്റി കൂട്ടാൻ ഉസ്ബെക്കിസ്ഥാനാണ് ഇത്തവണത്തെ എന്ത് ചെയ്തത്? നമ്മുടെ യുനെസ്കോയുടെ ജനറൽ കോൺഫറൻസ് നടന്നത്. ഓക്കെ. 2004 ഇങ്ങനത്തെ പരിപാടി തുടങ്ങിയത്. ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക് കേട്ടോ. ഓക്കെ. ഈ ടേബിള് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക കേട്ടോ. ചിലപ്പോൾ സ്പീഡിലായിരിക്കും പറഞ്ഞു പോകുന്നത്. കാരണം 1 മണിക്കൂർ കൊണ്ട് എല്ലാ ന്യൂസും പറയണം. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങളൊന്ന് പോസ് ചെയ്യുക, എന്നിട്ട് എഴുതിയെടുക്കുക, എന്നിട്ട് അടുത്ത ന്യൂസിലേക്ക് പോവാം. ഓക്കെ. അടുത്ത ന്യൂസ് പോവാം. മോഡൽ യൂത്ത് ഗ്രാമസഭ ഇനിഷ്യേറ്റീവ്. നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ യൂത്ത് പാർലമെന്റ് ഒക്കെ ഇപ്പൊ എന്താ പണ്ടത്തെ സർക്കാർ തൊട്ട് നടത്തുന്നുണ്ട്. ഇപ്പൊ എന്താ ഓരോ കുട്ടികൾ വന്ന് പാർലമെന്റിൽ പ്രസംഗിക്കും. കാരണം എന്താ? അവർക്ക് ഡെമോക്രസിയെ പറ്റി അറിവുണ്ടാക്കാൻ. പക്ഷെ അതെന്ത് ചെയ്യുക? സെലക്ട് ചെയ്ത കുട്ടികളെ എന്ത് ചെയ്യത്തുള്ളൂ? തിരഞ്ഞെടുക്കത്തുള്ളൂ. ഇപ്പൊ എന്താ ഓരോ പ്രസംഗത്തിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ പുറമെ സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയ കുട്ടികൾ, അങ്ങനത്തെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രസന്റ് ചെയ്ത് ഓരോ സ്റ്റേജിലൊക്കെ അവതരിപ്പിച്ച കുട്ടികൾ, ഇവർക്കൊക്കെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ആ ഒരു അവസരം കിട്ടത്തുള്ളൂ. പക്ഷെ എല്ലാ കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടി ഇനിയുള്ള എല്ലാ സ്കൂളിലും എന്ത് ചെയ്യുക? പ്രത്യേകിച്ച് നവോദയ, പിന്നെന്താ
ഏകലവ്യ സ്കൂളുകൾ അങ്ങനത്തെ ഉണ്ടല്ലോ, അങ്ങനത്തെ സ്കൂളുകളിൽ എന്ത് ചെയ്യുക, ഒരു പാർലമെന്റിന്റെ ഇനിഷ്യേറ്റീവ് കൊണ്ടുവരും. യൂത്ത് പാർലമെന്റ് പോലെ എന്ത് ചെയ്യുക, ഡെമോക്രസി കുട്ടികളിൽ വളർത്താനായിട്ടുള്ള ഇനിഷ്യേറ്റീവാണ് എന്ത്, മോഡൽ യൂത്ത് ഗ്രാമസഭ ഇനിഷ്യേറ്റീവ്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. അതായത് നമ്മൾ കുട്ടികൾക്കിടയിൽ, സ്കൂൾ കുട്ടികൾക്കിടയിൽ എന്തുകൊണ്ട് ഒരു ഡെമോക്രസി എങ്ങനെയാണ് നിങ്ങൾ പ്രസംഗിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഡെമോക്രസി എന്ന് പറയുന്ന ജനങ്ങളിലുള്ള അവകാശമാണ്, എങ്ങനെയാണ് നേതാക്കളെയോ അല്ലെങ്കിൽ ഗവൺമെന്റിനെയോ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഓക്കെ, അതിനെപ്പറ്റിയുള്ള ഒരു സ്കീമാണ് മോഡൽ യൂത്ത് ഗ്രാമസഭ ഇനിഷ്യേറ്റീവ്. ഇതെന്താണ്, ഒരു ഗ്രാമസഭ പോലെ ഫംഗ്ഷൻ ചെയ്യുക. അതായത് നമ്മുടെ ഏറ്റവും നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസിയിലെ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവൽ ഡെമോക്രസി എന്ന് പറയുന്ന ഏതാണ്, പഞ്ചായത്ത് രാജ് സിസ്റ്റമാണ്. ആ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിലെ ഡെമോക്രസി എന്ത് ചെയ്യുക, ഏറ്റവും കൂടുതൽ ഗ്രാസ് റൂട്ടാണ്. ഇത് ഏറ്റവും കൂടുതൽ ഡെമോക്രസി എന്താണ് ആക്റ്റീവ് ആണ് എവിടെ, ഗ്രാമസഭയിൽ. അതായത് പഞ്ചായത്തിലെ എൽഡർലി ആയിട്ടുള്ള എല്ലാ വോട്ടേഴ്സും എന്ത് ചെയ്യുക, എന്തായിരുന്നു മീറ്റിംഗ് കൂടിയിട്ട് എന്ത് പറയും, പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും എല്ലാവരും കാണും. എന്നിട്ട് പറയും എല്ലാവരും തലവിത്തറാണ്. പണ്ട് പറയുമായിരുന്നു, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നിങ്ങൾ കളിയാക്കും, എന്താണ് മുള വാങ്ങാനായി മൂവാറ്റുപുഴയിൽ പോയി മുള കിട്ടിയില്ല, ചിലവ് 4000. മുള വാങ്ങാനായി എന്താണ് പത്തനാപുരത്ത് പോയി മുള കിട്ടിയില്ല, ചിലവ് 4000. അങ്ങനെയൊക്കെ ചിലവ് 3000 എന്നൊക്കെ ഗ്രാമസഭയെ കളിയാക്കും. ഓക്കെ, അതൊക്കെ സിനിമയിലാണ്. നമ്മൾ നേരിട്ട് അങ്ങനെയൊക്കെ തന്നെ നമ്മുടെ പഞ്ചവടിപ്പാലമൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, പഞ്ചായത്ത് മീറ്റിംഗ് ഒക്കെ. അപ്പൊ ഗ്രാമസഭയിലെ ഗ്രാസ് റൂട്ട് ലെവലിലാണ് ഏറ്റവും എന്തായിരുന്നു ഇന്ത്യയുടെ ഡെമോക്രസിയിലെ ഗ്രാസ് റൂട്ട് ലെവൽ എന്നറിയപ്പെടുന്നത് പഞ്ചായത്തിന്റെ തന്നെ ഏറ്റവും ഡെമോക്രാറ്റിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഏതാണ്, ഗ്രാമസഭയാണ് കേട്ടോ. പഞ്ചായത്ത് കൂടുതൽ എന്ത് മാത്രമേ ഉള്ളൂ, മെമ്പർമാരും പ്രസിഡന്റും മാത്രമേ ഉള്ളൂ. ഗ്രാമസഭയിലാണ് അവരെ തെരഞ്ഞെടുത്ത വോട്ടേഴ്സ് എന്ത് ചെയ്യുന്നത്, പങ്കെടുക്കുന്നത് അല്ലേ. അപ്പൊ ഗ്രാമസഭയുടെ എന്താണ് ഫംഗ്ഷനിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് സ്കൂൾ കുട്ടികളെ, എസ്പെഷ്യലി നവോദയ ഏകലവ്യ സ്കൂൾ, അവിടെയാണ് ആദ്യം തുടങ്ങുന്നത്. അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ടാണ് ഈ സ്ലൈഡിൽ ആഡ് ചെയ്യുന്നത്. ഓക്കെ, സ്കൂൾ കുട്ടികളിൽ കൊണ്ടുവരിക, അതാണ് എന്ത് മോഡൽ യൂത്ത് ഗ്രാമസഭ ഇനിഷ്യേറ്റീവ്. ഇതെന്താണ് ഗ്രാമസഭയായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണല്ലോ. അതായത് ഒരു പഞ്ചായത്ത് എങ്ങനെ വർക്ക് ചെയ്യണമെന്നാണല്ലോ. അപ്പൊ ഏത് പഞ്ചായത്തിന്റെ കീഴിലായിരിക്കും, മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജിന്റെ കീഴിലായിരിക്കും. പിന്നെ എന്താ ഇവിടെ നടത്തുന്നത്, സ്കൂൾ കുട്ടികളിലാണല്ലോ. പ്രത്യേകിച്ച് എവിടെയാണ്, ട്രൈബൽ സ്റ്റുഡൻസിന്റെ ഇടയ്ക്ക്. ഓക്കെ, കാരണം ട്രൈബൽ സ്റ്റുഡൻസിന്റെ എന്തായിരുന്നു ഡെമോക്രാറ്റിക് അവയർനെസ് വളരെ വീക്കാണ്. കാരണം എന്താണ്, അത്രയ്ക്കും ഡിസ്റ്റന്റ് ആയിട്ട് ഒരു റിമോട്ട് ഏരിയ, ഒരു മൊബിലിറ്റി എന്ത് ചെയ്ത് വളരെ കുറവുള്ള ഏരിയസിലാണ് ട്രൈബ്സ് താമസിക്കുന്നത്. ഓക്കെ, അപ്പൊ അവർക്ക് എന്ത് ചെയ്യുക, ഡെമോക്രാറ്റിക് അവയർനെസ് കൊടുക്കുക, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് ആണ് ഇതിന്റെ മെയിൻ. പക്ഷെ ഇൻ കൊളാബറേഷൻ വിത്ത് സ്കൂളിലും ഉണ്ട്. അതുകൊണ്ട് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ പിന്നെ ട്രൈബൽസിന്റെ ഒരു ട്രൈബൽസിനെ എന്ത് ചെയ്യുക, അവിടുത്തെ ട്രൈബൽസ് കുട്ടികളെ സ്റ്റുഡൻസിനെ എന്ത് ചെയ്യുക, അവയർനെസ് കൂട്ടുക. ഓക്കെ, അതിനുവേണ്ടിയുള്ള സ്കീമാണ് മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ്. ഓക്കെ ആണല്ലോ. ഇതെന്താന്ന് ചോദിച്ചാൽ പാർലമെന്റ് അല്ല, പാർലമെന്റ് പോലെ, പക്ഷെ എന്താണ് ഗ്രാമസഭയായിട്ട് ഇനിഷ്യേറ്റീവ്. ഗ്രാമസഭയിൽ നിന്ന് കാണുമ്പോൾ തന്നെ മിനിസ്റ്റർ ഓഫ് പഞ്ചായത്ത് രാജ് കുത്തുക. ഇപ്പോഴത്തെ പഞ്ചായത്ത് രാജ് മിനിസ്റ്റർ ഇന്ത്യയുടെ രാജീവ് രഞ്ജൻ സിംഗ് അല്ല ഏലിയാസ്. രാജീവ് രഞ്ജൻ സിംഗ് എന്നും കാണാം ഓപ്ഷനിൽ, അല്ലെങ്കിൽ ലല്ലൻ സിംഗ് എന്നും കാണാം. ഈ ഏലിയാസ് എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ഓറെന്നാണ് ഹിന്ദിയിൽ രാജീവ് രഞ്ജൻ സിംഗ് അല്ലെങ്കിൽ ലല്ലൻ സിംഗ്. രണ്ടും എന്താ ഒരാൾ തന്നെ കേട്ടോ. ഒന്ന് രാജീവ് രഞ്ജൻ സിംഗ് എന്നായിരിക്കും, അല്ലെങ്കിൽ ലല്ലൻ സിംഗ് എന്നായിരിക്കും. പക്ഷേ രാജീവ് രഞ്ജൻ സിംഗ് ഏലിയാസ് ലല്ലൻ സിംഗ് എന്നും കാണും ഓപ്ഷനിൽ. ഈ ഏലിയാസ് എന്ന് വെച്ചാൽ എന്താണ്, ഓറെന്ന, സാഗർ ഏലിയാസ് ജാക്കി. ഓക്കെ, അതെന്താ സാഗർ ഏലിയാസ്, സാഗർ അല്ലെങ്കിൽ ജാക്കി, രണ്ടും ഒരാൾ തന്നെ അല്ലേ. സാഗർ എന്ന് പറയുന്നത് നല്ലതും, ഡോൺ ആയിക്കഴിഞ്ഞാൽ ജാക്കി, അതാണല്ലോ സാഗർ ഏലിയാസ് ജാക്കി. അതുപോലെ ആയിരിക്കും ഇദ്ദേഹം, രാജീവ് രഞ്ജൻ സിംഗ് ഏലിയാസ് ലല്ലൻ സിംഗ്. ഓക്കെ, രണ്ടും ഒരാൾ തന്നെ കേട്ടോ, രണ്ടാൾക്കാരല്ല. ഓപ്ഷനിൽ രണ്ടും വന്നാൽ സെയിം ആണ്. ഓക്കെ, മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ധർമ്മേന്ദ്ര പ്രധാൻ, ട്രൈബൽ അഫയേഴ്സ് ജുവൽ ഓറം. അതുകൊണ്ടൊന്ന് പറഞ്ഞേക്കാം. ഇപ്പോഴത്തെ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ധർമ്മേന്ദ്ര പ്രധാൻ. കാരണം എന്താണ്, എഡ്യൂക്കേഷൻ പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ, പ്രധാനപ്പെട്ട ധർമ്മേന്ദ്രന് തന്നെ കൊടുത്ത് കേട്ടോ. നമ്മുടെ പുലിവൽ കല്യാണത്തിലും ഉണ്ട് ധർമ്മേന്ദ്ര. ഇപ്പോഴത്തെ മിനിസ്റ്റർ ഓഫ് ട്രൈബൽ അഫയേഴ്സ് ജുവൽ ഓറം കേട്ടോ. ഈ ട്രൈബൽസ് ധാരാളം ജുവൽസ് ധരിക്കുമല്ലോ, വളകളൊക്കെ, അതുകൊണ്ട് ജുവൽ ഓറം. ഓക്കെ, ഒറ്റ കാര്യം
ഓർക്കുക, മോഡൽ യൂത്ത് ഗ്രാമസഭ ഇനിഷ്യേറ്റീവ് എന്തിനാണ്? ട്രൈബൽ കുട്ടികൾക്കും സ്കൂൾ കുട്ടികൾക്കും ഉണ്ട്. ഇത് മെയിനായിട്ട് എന്താ, ട്രൈബൽ കുട്ടികൾക്ക് എന്ത് കൊടുക്കുക? ഗ്രാമസഭ എങ്ങനെയാണ് നടത്തുന്നതെന്ന് ഒരു ഐഡിയ കൊടുക്കുക കുട്ടികൾ. എന്നാലേ എന്ത് ചെയ്യത്തുള്ളൂ, ഇന്ത്യയുടെ ഡെമോക്രസി വളരത്തുള്ളൂ. അല്ലാതെ ചുമ്മാ ഒരു പുസ്തക പുഴുക്കളെ പോലെ പഠിച്ച് നിങ്ങൾ ആനയാകാം ചേനയാകാം എന്നൊക്കെ ജഗതി പറയുന്ന പോലെ ഒരു കുന്തമാകാൻ പോകുന്നില്ല. പുസ്തകം എന്ത് വേണം, നമുക്ക് ഒരു പൊതുബോധം കൂടെ വേണം. അല്ലാതെ പഠിച്ച് എന്ത് ചെയ്യാം, ഒരു ജീവിക്കണമെന്ന് കൂടെ പഠിക്കണമല്ലോ. എന്താണ് ഇന്ത്യയിൽ നടക്കുന്നത്, എന്താണ് ഈ ലോകത്ത് നടക്കുന്നതെന്നും കൂടെ ഒരു ബോധം വേണം. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ സ്കൂൾ ഫസ്റ്റും എന്താണ് ടോപ്പും മെഡലും മാത്രം മേടിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ജീവിക്കാൻ പറ്റത്തില്ല. എല്ലാം വേണം ജീവിക്കണമെങ്കിൽ. പഠിത്തവും വേണം, പഠിത്തമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. എന്നാലേ അറിവ് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇതെന്താണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആയിട്ട് അലൈൻ ചെയ്യുന്നതാണ്. ഇപ്പം എന്ത് സ്കീം വന്നാലും, എഡ്യൂക്കേഷനുമായിട്ട് എന്ത് സ്കീം വന്നാലും കുട്ടികളോട് ബന്ധപ്പെട്ടോ NEP 2020 ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ധൈര്യമായിട്ട് കുത്തിക്കോ കേട്ടോ. അത് പ്രത്യേകം പറയൊന്നും വേണ്ടല്ലോ. കേന്ദ്രത്തിൻ്റെ എന്ത് പദ്ധതി വന്നോ, BJP സർക്കാരുടെ സ്റ്റേറ്റുകളിൽ, ഇപ്പോൾ മഹാരാഷ്ട്ര, ഗുജറാത്ത് അങ്ങനത്തെ സംസ്ഥാനങ്ങളിൽ NEP ആയിട്ട് 2020 ആയിട്ട് ബന്ധമുള്ളതാണ് ഈ സ്കീം എന്ന് പറഞ്ഞാൽ ടിക്കിട്ടോ. പക്ഷേ non-BJP സ്റ്റേറ്റ് ഉണ്ടല്ലോ, വെസ്റ്റ് ബംഗാൾ, കേരള, കർണാടക, തമിഴ്നാട് പ്രത്യേകിച്ച്, ഇതുമായിട്ടൊരു സ്കീമാണ് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്നിട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ആയിട്ട് അലൈൻ ചെയ്തെന്ന് വന്നാൽ തെറ്റാൻ ചാൻസ് ഉണ്ട്. കാരണം NEP 2020 തമിഴ്നാടൊന്നും അംഗീകരിച്ചിട്ടില്ല. അവർക്ക് എന്താണ്, ഈ തമിഴ് ഭയങ്കര വികാരമാണ്, അവർക്ക് ന്യായമാണ്, അവർക്ക് തമിഴാണ് മെയിൻ. അതിപ്പോൾ ഓരോരുത്തരുടെ വികാരമല്ല, നമ്മളതിൽ ഇടപെടണ്ട. ഓക്കെ, അപ്പം ഇത്രയാണ് എന്ത് മോഡൽ യൂത്ത് ഗ്രാമസഭ ഇനിഷ്യേറ്റീവ്. പഞ്ചായത്ത് രാജിന്റെ അടിയിൽ ഇപ്പോഴത്തെ മിനിസ്റ്റർ രാജീവ് രഞ്ജൻ സിംഗ് അല്ലെങ്കിൽ അഥവാ എലിയാസ് ലല്ലൻ സിംഗ്, മിനിസ്റ്റർ ഓഫ് പഞ്ചായത്ത് രാജിന്റെ കീഴിൽ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷന് ട്രൈബൽ അഫയേഴ്സിന് കീഴിൽ കൊണ്ടുവരുന്ന ഇനിഷ്യേറ്റീവാണ് മോഡൽ യൂത്ത് ഗ്രാമസഭ ഇനിഷ്യേറ്റീവ്. ഇത് കുട്ടികളുടെ ഇടയിൽ എന്തുകൊണ്ടുപോയി, ഗ്രാമസഭ എങ്ങനെ റിയൽ ഫംഗ്ഷനിങ് നടത്തുന്നു, ഗ്രാസ് റൂട്ട് ഡെമോക്രസി സിമുലേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോട് കൊണ്ടുവന്ന ഇനിഷ്യേറ്റീവാണ് NEP 2020 ആയിട്ട് അലൈൻ ചെയ്തിരിക്കുന്നു. ഇപ്പോഴത്തെ പഞ്ചായത്ത് രാജ് മിനിസ്റ്റർ രാജീവ് രഞ്ജൻ സിംഗ് അഥവാ ലല്ലൻ സിംഗ്, ഇപ്പോഴത്തെ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ധർമ്മേന്ദ്ര പ്രധാൻ, വിദ്യാഭ്യാസം പ്രധാനമായതുകൊണ്ട് ധർമ്മേന്ദ്രയ്ക്ക് കൊടുത്തു. ഓക്കെ, ധർമ്മേന്ദ്ര ഓർത്താൽ മതി. നമ്മുടെ മണവാളനും ധർമ്മേന്ദ്ര ഉണ്ടല്ലോ പുലർ കല്യാണത്തിലെ, അതുപോലെ ധർമ്മേന്ദ്ര ഓർത്താൽ മതി കൊച്ചെനിഫെ. ഇനി മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആരാണ്? ജുവൽ ഓറം. ട്രൈബൽസ് എന്ത് ചെയ്യും, നല്ലോണം ജുവൽ ധരിക്കും. നമ്മൾ അവരുടെ വളകളൊക്കെ ഉണ്ടല്ലോ, ജുവൽസ് നല്ലോണം ധരിക്കും. അതുകൊണ്ട് ജുവൽ ഓറം, JUALORAM. ഓക്കെ ആണല്ലോ. അടുത്ത ന്യൂസിലേക്ക് പോവാം. എംപ്ലോയീസ് എൻറോൾമെന്റ് സ്കീം 2025. മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയൊരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. 2025 എന്ത് ചെയ്യുക, EPF കൂട്ടുക, നമ്മുടെ എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് കവറേജ് എന്ത് ചെയ്യുക, കൂട്ടുക. അതുമായിട്ട് എന്തെങ്കിലും കംപ്ലയൻസ്, എന്താണ് കംപ്ലയൻസ് എമംഗ് എംപ്ലോയി. കംപ്ലയൻസ് എന്ന് വെച്ചാൽ എന്താ, ടു ഫോളോ എന്ത്, ഇത് മറ്റേ കംപ്ലൈന്റ് അല്ല, അത് ഇത് പരാതി. ഇത് കംപ്ലയൻസ് എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുക. ഒരു കമ്പനിയുടെ, ഇപ്പം ഞങ്ങളിപ്പം വരാന്ത റൈസിന്റെ സ്റ്റാഫ്, അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുക, അതാണ് ഈ കംപ്ലയൻസ് കേട്ടോ. ഒരു വൊക്കാബ് പറഞ്ഞതാണ്, ബോണസ് ആണ്. കറണ്ട് അഫയേഴ്സ് വീഡിയോയിൽ വൊക്കാബ് പറഞ്ഞ എനിക്ക് നിങ്ങൾക്ക് ഒരു ബോണസ് എൻ്റെ വക. ഓക്കെ, അപ്പം മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, ഓക്കെ, അതിൻ്റെ കീഴിൽ എന്ത് ചെയ്തിട്ടുണ്ട്, EPFന്റെ കവറേജ് കൂട്ടിയിട്ടുണ്ട്. എന്താണ് അവിടുത്തെ ഇപ്പം EPF കവറേജ് കൂട്ടിയാൽ എന്ത് സംഭവിക്കും, ഓൾറെഡി എംപ്ലോയീസ് എന്ത് ചെയ്യും, നല്ലോണം ഇത് കൂട്ടും, അവരുടെ മൊറൈൽ മോട്ടിവേഷൻ ഒക്കെ എന്ത് ചെയ്യും, കൂടും. കംപ്ലൈൻസ് എന്തായിരുന്നു, കമ്പനിയുടെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവരെന്ത് ചെയ്യും, കംപ്ലൈൻസ് ആവും. ഓക്കെ, okay. The employees enrollment scheme is in 2025 is a one-time compliance window under the EPF. Okay ആണല്ലോ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഒന്ന് പഠിച്ചേക്കാം. വൺ ടൈം കംപ്ലയൻസ് വിൻഡോ ആണ് അണ്ടർ ദ EPFയുടെ അടിയിലുള്ള എന്താണ് ഒരു കംപ്ലയൻസ് വിൻഡോ ആണ് എന്ത്, എംപ്ലോയീസ് എൻറോൾമെന്റ് സ്കീം. അതുവഴി എന്ത് ചെയ്യുക, EPFയുടെ ഇപ്പോൾ ആരെങ്കിലും ഇപ്പം ഞാനിപ്പം ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ, അപ്പോൾ എനിക്ക് എന്ത് കിട്ടത്തില്ല, EPFയുടെ കവറേജിന് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി, അപ്പോൾ എന്ത് കിട്ടും, എനിക്ക് വൺ ടൈം ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാം. അതിനുവേണ്ടിയുള്ള ഒരു സ്കീമാണ് എംപ്ലോയീസ് എൻറോൾമെന്റ് സ്കീം. ഇത് ചോദിക്കുന്നത് ഏത് മിനിസ്ട്രി കൊണ്ടുവന്നെന്ന് മാത്രമേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഏത് മിനിസ്ട്രി ആണെന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, അതെന്തായിരുന്നു അവരായിരിക്കും ഇത് കൊണ്ടുവരുന്നത്. മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് അടിയിലാണ് ഇത് കൊണ്ടുവരുന്നത്. പക്ഷേ ഇത് എക്സാമിന് ചോദിക്കാൻ വളരെ ചാൻസ് കുറവാണ്. അതിൽ ചോദിക്കുവാണെങ്കിൽ തന്നെ അതിൽ എന്താണ് എംപ്ലോയീസ് എൻറോൾമെന്റ് സ്കീം 2025 ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ചോദിച്ചാൽ EPFO, അത് വേണം ചോദിക്കാം. മിനിസ്ട്രി ചോദിക്കാൻ ചാൻസ് കുറവാണ്, കാരണം ഡയറക്റ്റ് കിടപ്പുണ്ട് എംപ്ലോയ്മെന്റ് ആണ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് എന്താണ് ഡയറക്റ്റ് ചോദിക്കാൻ ചാൻസ് ഇല്ല, കാരണം ഉത്തരം നമ്മൾ തെറ്റിക്കാനല്ലേ SSC നോക്കത്തുള്ളൂ, അല്ലേ? തെറ്റിക്കുന്ന ചോദ്യം SSC ചോദിക്കത്തുള്ളൂ, GK ആണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും.
മാത്സിലൊക്കെ ആണെങ്കിൽ പിന്നെ ചെയ്യാനാണെങ്കിൽ സമയം വേണം എന്ന് കരുതി എന്ത് ചെയ്യും, അവർ ഇച്ചിരി എളുപ്പമുള്ള ഒരു 25 ക്വസ്റ്റിന് ഒരു 20 ക്വസ്റ്റിനെങ്കിലും എളുപ്പമാക്കും. പക്ഷെ GK ഇംഗ്ലീഷ് അങ്ങനെ എളുപ്പമാക്കത്തില്ല കേട്ടോ. കാരണം നമ്മൾ പടപടയെന്ന് ചെയ്യും. നമ്മളെങ്ങനെ ചെയ്യുന്നത്, മാക്സിമം ഒരു 10-12 മിനിറ്റ് ആയിരിക്കും GK ഇംഗ്ലീഷും കൂടെ, പിന്നെ ഒരു 15-17 മിനിറ്റ് ആയിരിക്കും റീസണിങ്ങിന്. ബാക്കി എന്ത് ചെയ്യും, ഫസ്റ്റ് റൗണ്ടിൽ മാത്സ് ചെയ്യും ഒരു 20 മിനിറ്റിൽ അല്ലേ. പിന്നെ എന്ത് ചെയ്യും, റീസണിങ്ങിൽ കുറച്ച് വിട്ട് കാണും. പിന്നെ എന്ത് ചെയ്യും, മാത്സ് ചെയ്യാൻ പറ്റാത്ത ചെയ്യും. പിന്നെ നമ്മൾ GK ഇംഗ്ലീഷിലോട്ടും പോകത്തില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ നേറ്റീവ് പഠിക്കുന്നത് അതിലായിരിക്കും. CGL 2025 ഏറ്റവും കൂടുതൽ നേറ്റീവ് പഠിച്ചേക്കുന്ന ആൾക്കാർ എവിടെ, ഇംഗ്ലീഷ് നെഗറ്റീവ് പഠിച്ചവരാ അല്ലേ. അപ്പം ഇപ്പോഴത്തെ മിനിസ്റ്റർ ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് മൻസുഖ് മാണ്ഡവ്യ. ജോലിയും വേതനവും കിട്ടിയപ്പോൾ നമുക്കൊരു മനസുഖം കിട്ടി. മൻസുഖ് മാണ്ഡവ്യ. നമുക്ക് എന്ത് കിട്ടി, ഒരു മനസുഖം കിട്ടി. മൻസുഖ് മാണ്ഡവ്യ. മാളവ്യാണോ മാണ്ഡവ്യാണോ അത് കുഴപ്പമില്ല, മനസുഖം കിട്ടിയല്ലോ. ഓക്കെ. എംപ്ലോയീസ് എൻറോൾമെന്റ് സ്കീം 2025 എന്ത് ചെയ്യുക, വോളണ്ടറി കംപ്ലയിൻസ് എന്തായിരുന്നു പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എന്ത് EPFO അടി കൊണ്ടുവന്ന ഒരു EPFO എക്സ്പാൻഷൻ കവറേജ് ആണ് എന്ത് ഈ സ്കീം. ഇത്ര മാത്രം പഠിച്ചാൽ മതി. അതുകൊണ്ടാണ് 2 പോയിന്റ് കണ്ടത്. നിങ്ങൾക്ക് PIBയിലും ഹിന്ദുവിലും ഒക്കെ എന്ത് ചെയ്യും, കുറെ പോയിന്റ് കിട്ടും. അത്രയൊന്നും വേണ്ട SSCക്കും RRBക്കും കേട്ടോ. ബാങ്കിനും വേണ്ട. ബാങ്കിനും ഈ ചോദ്യം ചോദിക്കത്തില്ല. കാരണം എംപ്ലോയീസ് എൻറോൾമെന്റ് സ്കീം ഏത് മിനിസ്റ്റർ ഉണ്ടല്ലാന്ന് ഡയറക്റ്റ് തന്നെ ആ സ്കീമിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കിട്ടത്തില്ല. പക്ഷെ മോഡൽ യൂത്ത് ഗ്രാമസഭ ഇനിഷ്യേറ്റീവ് വേണം. കാരണം അത് യൂത്തിൻ്റെ അടിയിലാണോ, ഗ്രാമസഭയുടെ അടിയിലാണോ, എഡ്യൂക്കേഷൻ്റെ അടിയിലാണോ, അത് നമ്മൾ അറിയണം. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അതിൽ ഒരിക്കലും എന്ത് മനസ്സിലാക്കാൻ പറ്റത്തില്ല, ഇൻ കൊളാബറേഷൻ വിത്ത് ട്രൈബൽ അഫയേഴ്സ് എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല അവിടെ അല്ലേ. അതുകൊണ്ട് ട്രൈബൽ അഫയേഴ്സ് അവിടെ എക്സ്ട്രാ വന്നത് അത് നമ്മൾ വിചാരിക്കത്തില്ല, അത് ചോദിക്കും. പക്ഷേ ഇതെങ്ങനെ ഡയറക്റ്റ് ചോദിക്കാൻ ചാൻസ് കുറവ്. പക്ഷേ ഇത് കറണ്ട് അഫയേഴ്സ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ആഡ് ചെയ്തത്. ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയും കേട്ടോ. അതിന് കൂടുതൽ ഫോക്കസ് ചെയ്യുക കേട്ടോ. നൗറാദേഹി സാങ്ച്വറി നമുക്കിപ്പോൾ അറിയാം. കുണോ നാഷണൽ പാർക്ക് അറിയാമല്ലോ. നമ്മുടെ 2022 കുണോ നാഷണൽ പാർക്കിൽ എന്ത് ആഡ് ചെയ്ത്, നമ്മൾ ആഫ്രിക്കൻ ചീറ്റ ആഡ് ചെയ്ത്. ഏഷ്യാറ്റിക് ചീറ്റ ആഡ് ചെയ്തില്ല. കാരണം ഏഷ്യാറ്റിക് ചീറ്റ ഇപ്പോൾ എവിടെയുള്ളൂ, ഇറാനിലെ ഒരു സൂയി മാത്രമേ ഉള്ളൂ. അവിടെ വൈൽഡ് ലൈഫിൽ പോലും, ഇറാനിലെ വൈൽഡ് ലൈഫിൽ പോലും ഇല്ല എന്ത് ഏഷ്യാറ്റിക് ചീറ്റ കേട്ടോ. 1952 എന്ത് സംഭവിച്ച്, ഇന്ത്യയിൽ നിന്ന് അത് എക്സ്റ്റിങ്റ്റ് ആയി. ഏഷ്യാറ്റിക് ചീറ്റ ഇന്ത്യയിലെ എക്സ്റ്റിങ്റ്റ് ആയി. കാരണം എന്താ, അത്രയ്ക്കും ഹണ്ടിങ്ങും ആയിരുന്നു അവിടെ കേട്ടോ. കുണോ നാഷണൽ പാർക്ക് കഴിഞ്ഞ് ഗാന്ധി സാഗർ സാങ്ച്വറി. ഓക്കെ, ഗാന്ധി സാഗർ സാങ്ച്വറിയിൽ നമ്മൾ എന്ത് ആഡ് ചെയ്ത്, ആഫ്രിക്കൻ ചീറ്റ പിന്നെ ആഡ് ചെയ്ത് 2024. ഇനി മധ്യപ്രദേശ് ചീഫ് മിനിസ്റ്റർ എന്ത് അനൗൺസ് ചെയ്ത്, നൗറാദേഹി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്കും എന്ത് ചെയ്യുക, ആഫ്രിക്കൻ ചീറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. തേർഡ് ഹോം ഏതാന്ന് ചോദിക്കും. കാരണം ഇത് 3 മധ്യപ്രദേശിലാണ്. പക്ഷെ മധ്യപ്രദേശിൽ എന്തുണ്ട്, ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അതിൽ ഏത് നാഷണൽ പാർക്ക്, അതിൻ്റെ അത്രയും തന്നെ അതിൻ്റെക്കാട്ടും കൂടുതലാണ് വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഏത് വൈൽഡ് ലൈഫ് സാങ്ച്വറി? ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇത് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിച്ചിരിക്കണം. ഒന്നാമത്തെ പഠിക്കണം കുണോ, വർഷം പഠിക്കുക 2022. രണ്ടാമത്തെ പഠിക്കുക ഗാന്ധി സാഗർ, വർഷം പഠിക്കുക 2024. മൂന്നാമത്തെ ഏതാ, നൗറാദേഹി വൈൽഡ് ലൈഫ് സാങ്ച്വറി. എവിടെയാണ് 2025 അനൗൺസ് ചെയ്തത്. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, ചീറ്റയെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, വൺ ഓഫ് ദ ഇന്ത്യസ് ലാർജസ്റ്റ് സാങ്ച്വറി ആണ് ഏത്, നൗറാദേഹി സാങ്ച്വറി. പിന്നെന്താണ്, ക്രൂഷ്യൽ കോറിഡോർ ഫോർ അപ്പർ വിന്ധ്യ. വിന്ധ്യ എന്താ, നമ്മുടെ മധ്യപ്രദേശിൽ, നമ്മുടെ വിന്ധ്യ ആണ് നമ്മുടെ എന്ത്, സെൻട്രൽ ഹൈലൻഡിന്റെ ഡെക്കാൻ പ്ലാറ്റ്യൂവിന്റെ കേട്ടോ. വിന്ധ്യ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിന്ധ്യ ഹിമാലയ. ഈ ജനഗണമന പാടുമ്പോഴേ ഇന്ത്യൻ ജോഗ്രഫി ഏറെക്കുറെ ഐഡിയ കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജനഗണമന നായക പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാത്ത, ദ്രാവിഡ, ഉത്കല എന്താ, ഒഡീഷ, ബംഗ. പിന്നെന്താ, വിന്ധ്യ, ഹിമാലയ, യമുന, ഗംഗ, ഉച്ചല ചലിത രംഗ. ഓക്കെ, എല്ലാം ആയല്ലോ. ഇതാണ് നമ്മുടെ എന്ത്, ജനഗണമന. ജനഗണമന എന്ത് ചെയ്യുക, ഒന്ന് പാടുമ്പം ഈണത്തിലും. അത് മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യുക, ഇന്ത്യൻ ജോഗ്രഫിയൊക്കെ ഏതെക്കുറെ മനസ്സിലോട്ട് പോയാൽ ഏറെക്കുറെ നമുക്ക് എന്ത് കിട്ടും, ഇന്ത്യൻ ജോഗ്രഫിയുടെ ഐഡിയ കിട്ടും. ഓക്കെ, അത് വിന്ധ്യ പറയാൻ വന്നപ്പോഴാണ് ഇത്രയൊക്കെ പറഞ്ഞത്. ഓക്കെ, ഇത് വിന്ധ്യ. വിന്ധ്യയുടെ മേളിൽ എന്താ, സെൻട്രൽ ഹൈലൻഡാ. സെൻട്രൽ ഹൈലാൻഡ് അല്ല, ഹൈലാൻഡ് കേട്ടോ, ഹൈലാൻഡ്. താഴെ എന്താ, ഡെക്കാൻ പ്ലേറ്റ് അല്ലെങ്കിൽ ഡെക്കാൻ പെൻസില എന്ന് എന്ത് വേണം പറഞ്ഞ. ഇത് രണ്ടും കൂടി ചേരുന്നതാണ് എന്ത്, പെൻസിലാർ ഇന്ത്യ കേട്ടോ. സെൻട്രൽ ഹൈലാൻഡും ഡെക്കാൻ പ്ലേറ്റും കൂടി ചേരുന്നതാണ് പെൻസിലാർ ഇന്ത്യ.
പിന്നെ പെൻസിൽവാനിയ ഇത്രയേ ഉള്ളൂ. ഇതെന്താണ്? കോസ്റ്റൽ റീജിയൻ ആണ്. ഇത് കോസ്റ്റൽ റീജിയൻ. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ആ റീജിയനിലുള്ള പ്രധാനപ്പെട്ട ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറിയാണ് നൗറാദേഹി വൈൽഡ് ലൈഫ് സാഞ്ചുറി. പിന്നെ ഏഷ്യാറ്റിക് ചീറ്റ ഇപ്പൊ എവിടെയുള്ളൂ? ഇറാനിൽ മാത്രമേ ഉള്ളൂ. എക്സ്റ്റിൻക്ട് ഇൻ ഇന്ത്യ 1952. ഹണ്ടിങ്ങും ഹാബിറ്ററ്റ് ലോസ് കാരണം നമ്മൾ അത്രയ്ക്കും എന്താണ് രാജാക്കന്മാരും ബ്രിട്ടീഷുകാരും നമ്മളും ഏഷ്യാറ്റിക് ചീറ്റ നല്ലോണം ഹണ്ട് ചെയ്യുമായിരുന്നു ആ സമയത്ത്. 1952 എക്സ്റ്റിൻക്ട് ആയിട്ട് പ്രഖ്യാപിച്ചു. ഏഷ്യാറ്റിക് ചീറ്റ ഇപ്പൊ എവിടെയുള്ളൂ? ഇറാനിൽ മാത്രമേ ഉള്ളൂ. ഏഷ്യയിൽ വേറെ എങ്ങും ഇല്ല. അതും സൂയിലോ എങ്ങാണ്ട് മാത്രമേ ഉള്ളൂ. ഇതാണ് വൈൽഡ് ലൈഫിൽ പോലും അല്ലത്. 5-6 ആകെ എത്ര 20 താഴെ എങ്ങാണ്ടേ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. ഇനി പ്രോജക്റ്റ് എവിടെ നിന്ന് നമ്മൾ കൊണ്ടുവന്ന നമീബിയെന്ന് കുണോ 2022 കുണോയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചീറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗാന്ധി സാഗർ സാഞ്ചുറി 2024. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ഏതാ? നൗറാദേഹി. മൂന്നും പഠിക്കുക. കുണോ 2022, ഗാന്ധി സാഗർ 2024, നൗറാദേഹി 2025. ഓക്കെ ആണല്ലോ. ആഫ്രിക്കൻ ചീറ്റ എവിടെയൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇത് മൂന്ന് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. കാരണം ചീറ്റ എവിടെ വളരുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ സമയം കിട്ടുമ്പോൾ എന്താ ഒന്ന് ഗാന്ധിയുടെ സിനിമ കാണുക, അല്ലെങ്കിൽ രാജ്യസഭ ടിവിയുടെ സംവിധാനം കാണുക, അല്ലെങ്കിൽ ഞാൻ കാണുന്നത് നാഷണൽ ജോഗ്രഫിയോ BBC എർത്തൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക? ഇതൊക്കെ ഇരുന്ന് കാണുക ഇടയ്ക്കൊക്കെ. അതൊന്ന് കണ്ടോണ്ടിരുന്നാൽ പാസ്സാവത്തില്ല. ഫ്രീ ടൈം കിട്ടുമ്പോൾ കാണുക. അപ്പം ചീറ്റയൊക്കെ എവിടെ താമസിക്കുന്നത്? ഗ്രാസ് ലാൻഡിലാണ് അല്ലേ? ഇപ്പം സിംഹം എവിടെ? ഗ്രാസ് ലാൻഡിലാണ്. ചീറ്റ ഗ്രാസ് ലാൻഡിലാണ്. അപ്പം ഗ്രാസ് ലാൻഡിൽ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വെസ്റ്റേൺ ഗാട്ട്സ് ചീറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കസിരംഗയെ പറ്റുമോ? ഇല്ല. സുന്ദർബൻസിൽ പറ്റുമോ? ഇല്ല. ചീറ്റ എവിടെയേ പറ്റത്തുള്ളൂ? ഗ്രാസ് ലാൻഡേ ഉള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അത്യാവശ്യം നല്ല ഗ്രാസ് ലാൻഡുള്ള സംസ്ഥാനം ഏതാ? മധ്യപ്രദേശ്. അതുകൊണ്ടാണ് ഈ മൂന്നും മധ്യപ്രദേശിലാണ് സെലക്ട് ചെയ്യാനും കാരണം കേട്ടോ. അല്ല ചുമ്മാതല്ല, എന്തെങ്കിലും കാരണം കാണും. ഓക്കെ ആണല്ലോ. അപ്പം മൂന്ന് എവിടെയാണ്? മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ അത്യാവശ്യം നല്ലോണം ഗ്രാസ് ലാൻഡ് ഉള്ളത്. അതുകൊണ്ടാണ് ആഫ്രിക്കൻ ചീറ്റ മധ്യപ്രദേശിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നൗറാദേഹി വൈൽഡ് ലൈഫ് സാഞ്ചുറി മധ്യപ്രദേശിലാണ്. ഇപ്പോഴത്തെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് കേട്ടോ. ചോദിക്കാം. മോഹൻ യാദവ്. മറൈൻ ഫിഷറീസ് സെൻസസ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എലിഫന്റുമായിട്ട് എന്തായിരുന്നു ആദ്യ സെൻസസ് വന്ന്. അങ്ങനെ കുറെ സെൻസസ് ഇത്തവണ വന്നിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു? ഇത് കോളിന്റെ സെൻസസ് വന്ന്. നമ്മുടെ എന്തായിരുന്നു ഏറ്റവും കൂടുതൽ റിസോഴ്സസ് ഉള്ള സ്റ്റേറ്റുകൾ ഏതൊക്കെ? അങ്ങനെ കോളിന്റെ സെൻസസ് ആദ്യമായിട്ട് വന്ന്, എലിഫന്റിന്റെ സെൻസസ് വന്ന്, ഇനി എന്ത് വന്നു? മറൈൻ ഫിഷറി സെൻസസ്. ഓക്കെ, നേരത്തെ മറൈൻ ഫിഷറീസ് ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുളങ്ങളുള്ള സംസ്ഥാനം ഏതൊക്കെ? 2023 വന്നത്. പക്ഷേ ആദ്യമായിട്ട് ഡിജിറ്റലൈസ്ഡ് ചെയ്ത ഫിഷറീസ് സെൻസസ് ഏതാണെന്ന് ചോദിച്ചാൽ 2025 മറൈൻ ഫിഷറീസ് സെൻസസ് ആണ്. ഫസ്റ്റ് ഫുള്ളി ഡിജിറ്റൽ ആൻഡ് ജിയോ റെഫറൻസ്ഡ് ഫിഷറീസ് സെൻസസ്. ഓക്കെ, ഇത് ഏത് വഴിയാണെന്ന് ചോദിച്ചാൽ വ്യാസ് മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. ഈ വ്യാസ് മൊബൈൽ ആപ്ലിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഡെവലപ്പ് ചെയ്ത് ആരാന്ന് ചോദിച്ചാൽ ഐക്കർ ആണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ആണ് ഇത് എന്ത് ചെയ്തത്? ഡെവലപ്പ് ആക്കിയത്. ഈ വ്യാസ് ആപ്പ് വഴിയാണ് ഇത്തവണ എന്ത് നടക്കുന്നത്? മറൈൻ ഫിഷറി സെൻസസ് നടക്കുന്നത്. ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് ഫുള്ളി ഡിജിറ്റൽ ജിയോ റെഫറൻസ്ഡ് ഫിഷറി സെൻസസ്. ഓക്കെ, നേരത്തെ ഫിഷറി സെൻസസ് നടത്തുന്നുണ്ട്. 2023 തോന്നുന്നു. ഇതൊക്കെ മറൈൻ സെൻസസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോണ്ടൊക്കെ വന്നെന്ന് തോന്നുന്നു കേട്ടോ. ഓർക്കുന്നില്ല കൃത്യമായിട്ട് ഞാൻ. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻറ്റ് സാധനം വ്യാസ് മൊബൈൽ ആപ്ലിക്കേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ്. ഇത് ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നോക്കി കണ്ടിട്ടുണ്ട് കേട്ടോ. വ്യാസ് മൊബൈൽ ആപ്ലിക്കേഷൻ ആരുടെയാണ്? ഐക്കറിൻ്റെയാണ്. പക്ഷേ ഇത് വളരെ ഇതിൻ്റെ എന്താണ് ഉപയോഗം? ഇതിൽ മാത്രമല്ല, വളരെ വലുതാണ്. കാരണം വ്യാസ് മൊബൈൽ അതിൻ്റെ ഫുൾ ഫോം ഉണ്ട് ബെസൽ ആൻഡ് ഈൽഡ് അസസ്മെന്റ് സിസ്റ്റം. ഇതെന്താണ്? ഒരു എക്കോസിസ്റ്റം ഇസ് സെറ്റ് ഫോർ ഡിജിറ്റൽ. അതായത് മറൈൻ ഫിഷറീസിന്റെ സെൻസസിന് വേണ്ടി എന്ത് ചെയ്യുക? കൊണ്ടുവന്ന ഒരു ആപ്പാണ് എന്ത്? വ്യാസ് മൊബൈൽ ആപ്ലിക്കേഷൻ. ഇതിനെന്ത് എൻഡ് ടു എൻഡ് ഡാറ്റ കളക്ഷൻ, വാലിഡേഷൻ, മോണിറ്ററിംഗ് ഓഫ് മറൈൻ ഫിഷറി സെൻസസ് 2025. ഇത് ഡെവലപ്പ് ചെയ്ത ആരാ? ക്രിയേറ്റഡ് ബൈ ഐക്കർ ആണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ആണ് വ്യാസ് മൊബൈൽ ആപ്പ് എന്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനു വേണ്ടി മറൈൻ ഫിഷറി സെൻസസിന് വേണ്ടി വ്യാസ് മൊബൈൽ ആപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് ഐക്കർ ആണ്. ഇനി വേറെയും കുറച്ച് എന്താണ് വ്യാസിന്റെ ആപ്പ് ഉണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ വ്യാസ് നവ്. അതെന്താന്ന് ചോദിച്ചാൽ ഫിഷിംഗ് വില്ലേജസ് ആൻഡ് ഹാർബേഴ്സ്. ഓക്കെ, അതായത് ഈ വ്യാസ് എന്ന ആപ്പ് വഴി മറൈൻ ഫിഷറി സെൻസസ് നടക്കുമല്ലോ. അതിനകത്ത് തന്നെ 3 എണ്ണം ഉണ്ട് കാറ്റഗറി. ഓക്കെ, ആ 3 കാറ്റഗറി എന്ന് വെച്ചാൽ ഒന്നെന്താ? ഫിഷിംഗ് വില്ലേജസ് ആൻഡ് ഹാർബേഴ്സിന് വേണ്ടി വ്യാസ് നവ്. വ്യാസ് ഭാരത് എന്താണ്? ഫോർ ഹൗസ് ഹോൾഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്യൂമറേഷൻ. ഇനി വ്യാസ് സൂത്ര, അങ്ങനെ ഒരു ആപ്പ് ഉണ്ട്. അതെന്താണ്? റിയൽ ടൈം സൂപ്പർവിഷൻ ആൻഡ് മോണിറ്ററിംഗ് വിയ ഡാഷ്ബോർഡ്. ഓക്കെ, അപ്പൊ വ്യാസ് തന്നെ എന്തുണ്ട്? 3 കാറ്റഗറി ഉണ്ട്. വ്യാസ് നവ് എന്ന് വെച്ചാൽ ഫിഷിംഗ് വില്ലേജസ് ആൻഡ് ഹാർബേഴ്സ്.
വ്യാസ് ഭാരത് എന്ന് വെച്ചാൽ ഹൗസ് ഹോൾഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്യൂമറേഷൻ. ഇനി വ്യാസ് സൂത്ര എന്ന് വെച്ചാൽ റിയൽ ടൈം സൂപ്പർവിഷൻ ആൻഡ് മോണിറ്ററിംഗ് വിയ ഡാഷ്ബോർഡ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട. വ്യാസ് നവ് എന്തിന്, വ്യാസ് ഭാരത് എന്തിന്, വ്യാസ് സൂത്ര എന്തിന്, ഇതെന്താണ്, ഇത് എങ്ങനെ ഉപയോഗിക്കുന്നത്, എപ്പോഴാണ് വന്നത്, അതൊന്നും പഠിക്കേണ്ട. വ്യാസ് ആരുണ്ടാക്കി, വ്യാസിന്റെ 3 കാറ്റഗറി, ഇത് മാത്രം പഠിച്ചാൽ മതി, ബാക്കി ഒന്നും പഠിക്കേണ്ട. പിന്നുള്ളത് മറൈൻ ഫിഷറി സെൻസസ് 2025 വ്യാസ് ആപ്പ് വഴിയാണ് നടക്കുന്നത്. ഐക്കർ ഉണ്ടാക്കി. ഈ 3 ടേമും നവ് വില്ലേജസ് ആൻഡ് ഹാർബേഴ്സ്, ഭാരത് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഹൗസ് ഹോൾഡ് എന്യൂമറേഷൻ, സൂത്ര എന്നാണ് സൂപ്പർവിഷൻ ആൻഡ് മോണിറ്ററിംഗ് വിയ ഡാഷ്ബോർഡ്. ഇത്രയും മാത്രം ഒന്ന് കാണാതെ പഠിച്ച ഒരു വേഗ ഐഡിയ ഉണ്ടാക്കിയാൽ മതി. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട, ആർക്കും അറിയാനും പോകുന്നില്ല. ഗവൺമെന്റ് പോലും ഇത്രയും ശരി നമ്മളൊക്കെ ഒരു UPSC PSC SSC ആസ്പിറന്റ് RRB ആസ്പിറന്റ് ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട. എന്ത് ചെയ്യും, ഒരു വേഗ ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, പക്ഷെ പഠിക്കുന്നത് കൃത്യമായിരിക്കണം. ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഇത് മാത്രം ഒന്ന് കാണാതെ പഠിക്കുക. ഇത് എന്തിനു വന്നു. ഓക്കെ, അല്ല കൂടുതലൊന്നും നമ്മൾ പഠിക്കേണ്ട കേട്ടോ. ആവശ്യമുള്ളത് മാത്രം. എന്ത് പഠിക്കുന്നതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് പഠിക്കരുത്. അതാണ് ഇമ്പോർട്ടൻറ്റ്. എന്ത് പഠിക്കരുത് അത് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം കണ്ണി കണ്ടതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. പക്ഷെ അവർക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ പഠിക്കുക കേട്ടോ. അപ്പം ആദ്യത്തെ ഫസ്റ്റ് ഫുള്ളി ഡിജിറ്റൽ ആൻഡ് ജിയോ റിഫറൻസ്ഡ് ഫിഷറി സെൻസസ് ആണ് 2025 നടക്കുന്നത്. ഏത് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ്, വളരെ ഇമ്പോർട്ടൻ്റ്, വ്യാസ് മൊബൈൽ ആപ്ലിക്കേഷൻ. അതിന്റെ പേര് വെസൽ ആൻഡ് ഈൽഡ് അസസ്മെന്റ് സിസ്റ്റം. ഫോം ചെയ്തത് ഐക്കർ. ഇപ്പൊ CMFRI വേണ്ട, ഐക്കർ CMFRI എന്താണെന്ന് എനിക്കും അറിയത്തില്ല. ഐക്കർ ആണ് മെയിൻലി ഫോം ചെയ്തത്. ഓക്കെ, അടുത്ത ന്യൂസ്, കേന്ദ്രീയ ഗൃഹമന്ത്രി ദക്ഷത പട്ടക്. ഞാൻ പറഞ്ഞ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു, സർദാർ വല്ലഭായ് പട്ടേലിന്റെ എന്താണ് 150th ബർത്ത് ആനിവേഴ്സറി ആണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലൊക്കെ എന്താണ് കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. ഒക്ടോബർ 31 എന്താണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനം. ആ സമയത്ത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനമാണ് കേന്ദ്രീയ ഗൃഹമന്ത്രി ദക്ഷത പതക്. ഗൃഹവാര ഹോം. അപ്പൊ ആരായിരിക്കും അനൗൺസ് ചെയ്ത് ഗൃഹം, ഹോം അഫയേഴ്സ്. ആരാ ഹോം അഫയേഴ്സ്? അമിത്ഷാ. അപ്പം കേന്ദ്രീയ ഗൃഹമന്ത്രി ദക്ഷത പടക് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴിലുള്ള CAPF ഉണ്ടല്ലോ, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്, പിന്നെ സ്റ്റേറ്റ് പോലീസ് പേഴ്സണൽ, പിന്നെ CPOs, അവർക്ക് എന്താണ് ഒരു നമ്മുടെ ദശവചക്ര വീർചക്ര ആർക്കാ ഉള്ളത്? പട്ടാളക്കാർക്ക്. അതേപോലെ CAPF-നും സ്റ്റേറ്റ് പോലീസിനും ഉള്ള എന്താണ് ഒരു ഓണർ എക്സലൻസ് ഉള്ള ഒരു അവാർഡാണ് എന്ത് കേന്ദ്രീയ ഗൃഹമന്ത്രി ദക്ഷത പടക്. ഓക്കെ, ഇത് ആരുടെ ബർത്ത്ഡേക്കാണ് അനൗൺസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേൽ, ഫസ്റ്റ് ഹോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, അദ്ദേഹത്തിന്റെ ആദര സൂചകമായിട്ടാണ് ഈ അവാർഡ് അനൗൺസ് ചെയ്യുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. ആദ്യ ബർത്ത്ഡേ സർദാർ വല്ലഭായ് പട്ടേൽ, അയൺ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബ്യൂറോക്രസിയെ സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാ? സർദാർ വല്ലഭായ് പട്ടേൽ, ഫാദർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇതൊക്കെ എന്റെ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലുണ്ട് കേട്ടോ. ഒക്ടോബർ 31 അദ്ദേഹത്തിന്റെ എന്താണ് 150th ബർത്ത് ആനിവേഴ്സറി ആണ് ഈ വർഷം എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് ഇത് അനൗൺസ് ചെയ്തത്. എന്താണ് അമിത്ഷാ. അദ്ദേഹമാണ് ആദ്യത്തെ കോഓപ്പറേറ്റീവ് മിനിസ്റ്ററും ഇപ്പോഴത്തെ സഹകരണ മന്ത്രി. ഫസ്റ്റ് കോപ്പറേറ്റീവ് മിനിസ്റ്ററും ഇപ്പോഴത്തെ കോപ്പറേറ്റീവ് മിനിസ്റ്ററും ആരാന്ന് ചോദിച്ചാൽ അമിത്ഷാ ആണ്. കാരണം 2021 ഇങ്ങനത്തെ ഒരു മിനിസ്ട്രി വരുന്നത്. അന്നും അമിത്ഷാ തന്നെയായിരുന്നു. ഇന്നും അതെന്ത് ഇലക്ഷൻ കഴിഞ്ഞും മോദിജി ജയിച്ചു. ഇപ്പോഴും അമിത്ഷാ തന്നെയാണ് കേട്ടോ. ഇത് ആർക്കാ കൊടുക്കുന്നതെന്ന് വെച്ചാൽ സ്റ്റേറ്റിലെ എന്താണ് കേരളം നമ്മളുള്ള എല്ലാ സ്റ്റേറ്റുകളിലെയും പോലീസുകാർക്ക് യൂണിയൻ ടെറിട്ടറിയിൽ എന്തുണ്ട്? പോലീസുകാരുണ്ട്. CAPF സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്, ഇതിന്റെ അണ്ടറിലാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, CAPF സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിന്റെ അണ്ടറിലാണ്. BSF സുരക്ഷ സീമാബൽ, ITBP എന്താണ് അങ്ങനത്തെ 6 ഉണ്ട്. ഓക്കെ, ITBP, BSF, CRPF, CISF, BSF. ഓക്കെ, അപ്പം ഇതൊക്കെ എന്താണ് CAPF-ന്റെ അടിയിലാണ്. ഇതൊക്കെ ആരുടെ അടിയിലാണ്? മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അടിയിലാണ്. ഡിഫൻസിന്റെ അണ്ടറിലല്ല CAPF. പിന്നെ ഉള്ളത് എന്താ? CPOs. ഡൽഹി CPO ഉണ്ട്, നമ്മുടെ CPOs ഉണ്ട്, എല്ലാവർക്കും CPOമാരുണ്ട്, സിവിൽ പോലീസ് ഓഫീസേഴ്സ്. അവർക്ക് എന്ത് കൊടുക്കുക? ഒരു ഓണർ എക്സലൻസ് കൊടുക്കുക. അതാണ് എന്ത് കേന്ദ്രീയ ഗൃഹമന്ത്രി ദക്ഷത പടക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തവണ കിട്ടിയത് ഏകദേശം 1466 പേർക്കാണ്. ഓക്കെ ആണല്ലോ. ഇത്രയും പഠിക്കേണ്ടത് ആരുടെ ബർത്ത്ഡേക്ക് എന്തായിരുന്നു ബർത്ത്ഡേയുടെ ആദര സൂചകമായിട്ടാണ് കൊടുക്കുന്നത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമായ ഒക്ടോബർ 31 ഇത് എന്ത് ചെയ്യുന്നത്? അനൗൺസ് ചെയ്യുന്നത്. അതിന്റെ എന്താണ് ഏത് മിനിസ്ട്രി അണ്ടറിലെ? മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. അതിന്റെ കീഴിലുള്ള
പോലീസ് പേഴ്സണൽസിനും കൊടുക്കുന്നുണ്ട്. പിന്നെ സ്റ്റേറ്റിലെ യൂണിയൻ ടെറിട്ടറിയിലെ എന്ത് കൊടുക്കുന്നുണ്ട്, പോലീസ് പേഴ്സണലും ഈ ഓണർ എക്സലൻസ് അവാർഡ് കൊടുക്കുന്നുണ്ട് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. സർദാർ വല്ലഭായ് പട്ടേൽ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു 3 സൈഡോ 4 സൈഡോ അങ്ങാണ്ട് പട്ടേലിനെ പറ്റി മാത്രം ഞാൻ അത്യാവശ്യം കണ്ടന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത ന്യൂസ്, ഡോഗ്രി ലാംഗ്വേജ്. ജമ്മു ആൻഡ് കാശ്മീരിലെ ഒരു എന്താണ് സ്കെഡ്യൂൾഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ റിമോട്ട് ലാംഗ്വേജ് ആണ് എന്ത്, ഡോഗ്രി ലാംഗ്വേജ്. അവിടുത്തെ ഒരു ട്രൈബുകൾ അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ സംസാരിക്കുന്നത്, കാശ്മീരി സംസാരിക്കുന്ന പോലെ അവിടുത്തെ ആൾക്കാർ സംസാരിക്കുന്ന ഡോഗ്രി ലാംഗ്വേജ് ആണ്. വാർത്ത വരാൻ കാരണം ഈ ഡോഗ്രി ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരുടെ പോപ്പുലേഷൻ കുറഞ്ഞു വരിക കേട്ടോ. ഇപ്പം മലയാളം സംസാരിക്കുന്ന ആൾക്കാരുടെ കൂടുന്നു, ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരുടെ കൂടുന്നു, തമിഴ് കൂടുന്നു. പക്ഷേ ഇങ്ങനെ ട്രൈബ്സ് സംസാരിക്കുന്ന ഒരു പർട്ടിക്കുലർ കാറ്റഗറി, ഇപ്പോൾ തുളു സംസാരിക്കുന്നവർ തന്നെ കുറഞ്ഞു വരിക. ഓക്കെ, അതേപോലെ ഡോഗ്രി ലാംഗ്വേജ്, അതൊക്കെ പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമുള്ള ലാംഗ്വേജസ് ആണ് ഡോഗ്രി ലാംഗ്വേജ്. അതെന്ത് ചെയ്യുക, ഡോഗ്രി ലാംഗ്വേജസിന്റെ ഡിക്ലൈനിങ് ആണ് ഡോഗ്രി ലാംഗ്വേജിനെ പറ്റി പറയുന്നത്. ഇപ്പൊ പ്രശ്നം, ഞെട്ടിക്കുന്ന വാർത്ത അതല്ലായിരുന്നു. പക്ഷേ അർബൻ യൂത്ത് ഉണ്ടല്ലോ, അർബൻ യൂത്തിന് ഏകദേശം 0% ആണ് അവർക്ക് ഈ ഡോഗ്രി ലാംഗ്വേജിലുള്ള അറിവ്. ജമ്മു ആൻഡ് കാശ്മീരിലെ അർബൻ യൂത്തിന് 0% ആണ് എന്ത്, ഡോഗ്രി ലാംഗ്വേജിനെ പറ്റിയുള്ള അറിവ്. അവർക്കൊന്നും അറിയത്തില്ല അതിനെപ്പറ്റി. അർബൻ ആണ്, ലോക്കലിനല്ല അർബൻ, റൂറൽ അല്ല അർബൻ. ഈ ഡോഗ്രി എന്താന്ന് ചോദിച്ചാൽ ഇൻഡോ ആര്യൻ. അപ്പൊ എന്താണ്, ഒരു ആര്യനുമായിട്ട് ബന്ധപ്പെട്ടത്. നോർത്തിലാണല്ലോ, അത് മിക്കതും എന്താണ്, ആര്യനാണ്. സംസ്കൃതം, ഉറുദു, ഹിന്ദി, ഇതൊക്കെ എന്താണ്, ഉറുദു എന്താണ്, സംസ്കൃതം, ഹിന്ദി, അറബിയൊക്കെ കൊളാബ് ചെയ്തിട്ടുള്ള ഭാഷയാണ് ഉറുദു. ഹിന്ദുസ്ഥാനി ഹിന്ദി ഉറുദുവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് ആണ് ഹിന്ദുസ്ഥാനി ലാംഗ്വേജ്. ഓക്കെ, അപ്പൊ ഡോഗ്രി എന്താണ്, അതേപോലെ തന്നെ ഒരു ഇൻഡോ ആര്യൻ ലാംഗ്വേജ് ആണ്. പ്രിഡോമിനന്റ്ലി എവിടെയാണ്, ജമ്മു റീജിയനിലുള്ള പ്രിഡോമിനന്റ് ലാംഗ്വേജ് ആയിരുന്നു ഒരു കാലത്ത്. ഇപ്പൊ അല്ല, ആയിരുന്നു എന്ത്, ഡോഗ്രി ലാംഗ്വേജ്. ഡോഗ്രി ലാംഗ്വേജ് എന്താണ്, 22 ഷെഡ്യൂൾഡ് ലാംഗ്വേജസിലുള്ള 8th ഷെഡ്യൂളിലുള്ള 22 ഷെഡ്യൂൾഡ് ലാംഗ്വേജിലുള്ള ലാംഗ്വേജ് ആണ് ഡോഗ്രി ലാംഗ്വേജ്. നിങ്ങൾ ഈ പഠിക്കുള്ള ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എമ്മിലെ ഓ എന്ന് പറഞ്ഞാൽ 8th ഷെഡ്യൂൾ അല്ലേ? ഓ അതെ, ഓൾഡ് പി എം, അതെ, ഓ എന്ന് വെച്ചാൽ 8th ഷെഡ്യൂൾ. ഈ 8th ഷെഡ്യൂൾ നമ്മൾ കോഡായിട്ട് പറയുന്നത് എന്താ, ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എം. ഓൾഡ് പി എമ്മിൽ ഓ പറയുന്നത് എന്താ, ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നുണ്ട്. ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ല, ഇന്ത്യക്കാകെ 2 ഒഫീഷ്യൽ ലാംഗ്വേജേ ഉള്ളൂ. ഒന്ന് ആർട്ടിക്കിൾ 343 പ്രകാരം ഹിന്ദിയും, പിന്നെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ട് പ്രകാരം ഇംഗ്ലീഷും 15 വർഷം എക്സ്റ്റെൻഡ് ചെയ്ത് പോവാണ്. അങ്ങനെ ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ല ആ കോഡിൽ പറയുന്നത്. ഇന്ത്യക്കാകെ 2 ഒഫീഷ്യൽ ലാംഗ്വേജേ ഉള്ളൂ, ഹിന്ദിയും ഇംഗ്ലീഷും. ആർട്ടിക്കിൾ 343 പ്രകാരം ഹിന്ദിയും, പിന്നെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ട് പ്രകാരം ഇംഗ്ലീഷും. ഈ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണത്. പക്ഷെ എവിടത്തെയാന്ന് വെച്ചാൽ സ്റ്റേറ്റുകളുടെ ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് മിക്കതും ഷെഡ്യൂൾഡ് ലാംഗ്വേജസ്. ഒന്നുകൂടെ പറയാം, 8th ഷെഡ്യൂളിൽ എന്തുണ്ട്, 8th ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് 22 ലാംഗ്വേജസാണ് കേട്ടോ. അതിൽ മിക്കതും എന്താണ്, സ്റ്റേറ്റുകളുടെ ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ്, എന്തല്ല ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ല. ഇന്ത്യയിലെ സ്റ്റേറ്റ്സിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജസ് മിക്കതും എന്തിലുണ്ട്, 22 എണ്ണത്തിലുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആകെ 2 എണ്ണേ ഉള്ളൂ. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹിന്ദിയും ഇംഗ്ലീഷും. ഹിന്ദിയുടെ ആർട്ടിക്കിൾ 343 പ്രകാരം ഹിന്ദി വരുന്നുണ്ട്. ഇംഗ്ലീഷ് വരുന്നത് എവിടെയാണ്, ഒഫീഷ്യൽ ലാംഗ്വേജസ് ആക്ടിലാണ് ഇംഗ്ലീഷ് വരുന്നത്. ഓക്കെ, ഇനി സുപ്രീം കോടതി എല്ലാം ഏത് ആക്ഷൻ എന്താണ്, സുപ്രീം കോടതി ഏതൊരു മോക്കി കണ്ടതാണ് ഞാൻ, നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നത്. സുപ്രീം കോടതിയുടെ എല്ലാ വിധികളും അവരുടെ ആക്ഷൻസും ഏത് ലാംഗ്വേജസിലാണെന്ന് ചോദ്യം ഓപ്ഷൻസ് ഇതായിരുന്നു, ഹിന്ദി, ഇംഗ്ലീഷ്, പിന്നെന്താണ് ഷെഡ്യൂൾഡ് ലാംഗ്വേജസ്, പിന്നെ അല്ലെങ്കിൽ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. ഞാൻ കുത്തിയത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ആയിരുന്നു, പക്ഷെ ഉത്തരം തെറ്റാ, ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. സുപ്രീം കോടതിയുടെ എല്ലാ ആക്ഷൻസും വെർഡിക്റ്റും എന്തിലാണ് ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്തത്, ഇംഗ്ലീഷിലാണ്, ഹിന്ദി അല്ല. സുപ്രീം കോടതിയുടെ അപ്പോൾ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാ, ഇംഗ്ലീഷാണ്. ഓക്കെ, പിന്നെന്താണ്, ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജും കൂടാണ് എന്ത്, വൺ ഓഫ് ദ ഒഫീഷ്യൽ. അവിടെ ഉറുദു ഉണ്ട്, പിന്നെന്തുണ്ട്, ഉറുദു ഉണ്ട്, പിന്നെ എന്തൊക്കെയോ ലാംഗ്വേജസ് ഉണ്ട് അവിടെ കേട്ടോ. ജമ്മുവിൽ 4 എണ്ണം കണ്ടുണ്ടെന്ന് തോന്നുന്നു ഒഫീഷ്യൽ ലാംഗ്വേജ്. അതിലൊന്നാണ് എന്ത്, ഡോഗ്രി എന്താണ്, അവരുടെ സംസാരിക്കുന്ന ആൾക്കാരുടെ പോപ്പുലേഷൻ കുറഞ്ഞു വരുവാണ്. പിന്നെന്താ, ഈ അർബൻ യൂത്തിന് ഏകദേശം വായിക്കാനോ എഴുതാനോ അറിയത്തില്ലത് കേട്ടോ. ഡോഗ്രിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഇൻഡോ ആര്യൻ ലാംഗ്വേജ് ആണ്, ജമ്മു റീജിയനിലാണ് പ്രിഡോമിനന്റ് ആയിട്ട് സംസാരിക്കുന്നത്. അതെന്താണ്, വൺ ഓഫ് ദ 22 ലാംഗ്വേജസ് അണ്ടർ ദ 8th ഷെഡ്യൂൾ. ഇന്ത്യയുടെ 12 ഷെഡ്യൂളിലെ 8ാമത്തെ ഷെഡ്യൂളിൽ എന്ത് പറയുന്നു, 8th ഷെഡ്യൂൾഡ് ലാംഗ്വേജിനെ പറ്റി പറയുന്നു. 22 ലാംഗ്വേജസ് ആണ് ഇപ്പോൾ നിലവിൽ ഷെഡ്യൂളായിട്ട് ഇട്ടേക്കുന്നത്. അതിൽ ഒരെണ്ണമാണ് ഡോഗ്രി. പിന്നെ ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എം എന്നൊക്കെ നമ്മൾ കോഡ് പഠിക്കുമ്പോൾ ഒഫീഷ്യൽ ലാംഗ്വേജസ് എന്ന് പഠിക്കുമ്പോൾ അത് ഇന്ത്യയുടെ അല്ല, ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആകെ 2 എണ്ണേ ഉള്ളൂ. ഒന്നുകൂടെ പറയാം, ഹിന്ദി ആർട്ടിക്കിൾ 343 പ്രകാരം, ഇംഗ്ലീഷ് ഒഫീഷ്യൽ ലാംഗ്വേജസ് ആക്ട് പ്രകാരം,
പിന്നെ ദോഗ്രി എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് 2020 തൊട്ട്. ഓക്കെ ആണല്ലോ. അടുത്ത ന്യൂസിലേക്ക് പോവാം. ഓപ്പറേഷൻ തൃശൂൾ. ഓപ്പറേഷൻ തൃശൂൾ എന്ന് വെച്ചാൽ ഒരു മിലിറ്ററി എക്സസൈസ് ആണ്. പക്ഷെ ഇത് ആരുടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ എന്താണ് ആർമിയും നേവിയും എയർഫോഴ്സും കൂടെ കമ്പൈനായിട്ട് എവിടെ നടത്തുന്നു? പാക് ബോർഡറിൽ. എന്തിനാ? പാകിസ്ഥാൻ എന്ന് പറപ്പിക്കാൻ. പൊതു യുദ്ധമൊന്നുമല്ല, നമ്മൾ അങ്ങോട്ടോ യുദ്ധമൊന്നും ചെയ്യത്തില്ല കേട്ടോ. നമ്മൾ വളരെ ശാന്തര. നമ്മൾ ഈ പറയുന്നത് കറക്റ്റ് തന്നെയാണ്. ഇപ്പം നെഹ്റുവിന്റെ കാലം തൊട്ട് മോദിജിയുടെ കാലം വരെ, വാജ്പേയി ആയിക്കോട്ടെ, വി പി സിംഗ് ആയിക്കോട്ടെ, മൻമോഹൻ സിംഗ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മൾ അങ്ങോട്ട് കയറി യുദ്ധത്തിനൊന്നും പോയിട്ടില്ല. അവരിങ്ങോട്ട് കയറി ചൊറിയത്തേ ഉള്ളൂ. നമ്മൾ ഈ എന്താണ് ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് സത്യമാണെന്ന് മിക്ക രാജ്യങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഡിപ്ലോമസി വർഷങ്ങളായിട്ട് എന്ത് ചെയ്തത്? വളരെ സ്ട്രോങ് ആണ് കേട്ടോ. അപ്പൊ പാക് ബോർഡറിൽ എന്ത് ചെയ്യുക? ഒന്ന് പാകിസ്ഥാനെ പേടിപ്പിക്കാൻ തന്നെയാണ് എന്ത് ഓപ്പറേഷൻ തൃശൂൾ ഇന്ത്യ നടത്തിയത്. ഇതെന്താണ്? ഇന്ത്യ മെഗാ ട്രൈ സർവീസ് എക്സസൈസ് ആണ്. ഒരു വലിയ പരിപാടിയായിരുന്നത് ഓപ്പറേഷൻ തൃശൂൾ. എന്തിനാണ്? ഓപ്പറേഷൻ പഹൽഗാം ഉണ്ടായിരുന്നല്ലോ, പാകിസ്ഥാന്റെ നമ്മുടെ പഹൽഗാം, നമ്മുടെ ടൂറിസ്റ്റുകളെ അറ്റാക്ക് ചെയ്ത് നമ്മൾ സിന്ദൂരായിട്ട് തിരിച്ചടിച്ച് ആണല്ലോ. അപ്പൊ അവരെ ഒന്ന് ഞെട്ടിക്കാനായിട്ട് തന്നെ. ഓക്കെ, ഇത് ആരൊക്കെയാണ് നടത്തിയത്? ആർമിയും നേവിയും എയർഫോഴ്സും കൂടെ കമ്പൈൻ ആയിട്ട് നടത്തിയ എക്സസൈസ് ആണ് എന്ത്? ഓപ്പറേഷൻ തൃശൂൾ. ഇത് എവിടെയാണ് നടത്തിയത്? വെസ്റ്റേൺ ഫ്രോണ്ടിയറിലാണ്. നമ്മുടെ ഇത് ഇന്ത്യ, ഇവിടുത്തെ ഇന്ത്യയുടെ വെസ്റ്റ്, ഇത് ഗുജറാത്ത് പാക് ബോർഡറിലെ സർക്രീക്കിന്റെ അടുത്ത് തന്നെയാണ് എന്ത് നടത്തിയത്? ഇത്തവണ വെസ്റ്റേൺ ഫ്രണ്ടിയറിൽ തന്നെ എന്ത് നടത്തി? ഓപ്പറേഷൻ തൃശൂൾ നടത്തി. ആരാണ്? ഇപ്പം ഈ 3 മിനിസ്ട്രിയും, ഈ 3 എന്തായിരുന്നു? ഇത് മിലിറ്ററി, ആർമി, നേവി, എയർഫോഴ്സ്. ഇത് 3 ഏത് മിനിസ്ട്രി അണ്ടറില? ഡിഫൻസിന്റെ അണ്ടറിൽ. അപ്പം ഡിഫൻസ് ആയിരിക്കും ഇത് ഓർഗനൈസ് ചെയ്തത്. ഇത് ഇതല്ലേ വെസ്റ്റേൺ ബോർഡർ അല്ലേ, പാകിസ്ഥാന്റെ സൈഡ്. അപ്പൊ എവിടെ ആയിരിക്കും നടത്തിയത്? ഗുജറാത്ത്, രാജസ്ഥാൻ റീജിയനിലായിരിക്കും നടത്തിയത്. ഇതാണ് പറഞ്ഞ സാധനം സർക്രീക്ക്. നമ്മുടെ ഗുജറാത്തിന്റെ എന്താ സാധനം? ഇവിടെ എന്തുണ്ട്? ഇതാണ് നമ്മുടെ കത്തിയാവാർ കോസ്റ്റ്. ഇത് കച്ച്. നമ്മുടെ എന്തുണ്ട്? ഇതാണ് ഇങ്ങനെ പോകുന്നുണ്ട്. ഇതെന്താണ്? ഇത് നമ്മുടെ പാകിസ്ഥാൻ ആണെങ്കിൽ ഇവിടെ ഒരു എന്തുണ്ട്? നമ്മുടെ ചെറിയൊരു കോസ്റ്റൽ റീജിയൻ ഉണ്ട്. ഇതിന് പറയുന്ന പേരാണ് സർക്രീക്ക് എന്ന് പറയുന്ന സാധനം കേട്ടോ. ഗുജറാത്തിന്റെ പാകിസ്ഥാന്റെ ഇടയ്ക്കുള്ള ഒരു കോസ്റ്റൽ റീജിയന്റെ ബൗണ്ടറി ലൈൻ്റെ പേരാ സർക്രീക്ക്. ഇപ്പോഴും ഡിസ്പ്യൂട്ടിലാണ്. സർക്രീക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ വെസ്റ്റേൺ ഫ്രണ്ടിയറിലാണ്. ഗുജറാത്ത് കോസ്റ്റൽ റീജിയനിലെ ഒരു ബൗണ്ടറിയിലാണ് സർക്രീക്ക് എന്ന് പറയുന്ന സാധനം. ഓക്കെ, സർക്രീക്ക് കേട്ടെ, ഈ സാധനം ഇത്. പിന്നെ റാൻ ഓഫ് കച്ച് റീജിയനിലും സൗരാഷ്ട്ര. ഈ സൗരാഷ്ട്ര കോസ്റ്റ് എന്ന് പറയുന്ന സാധനം ഇതാണ് കച്ച്. രണ്ട് ഗൾഫ് പോലത്തെ ഉണ്ട് കേട്ടോ, റാൻ ഓഫ് കച്ച്. പിന്നെ ഈ സാധനം ഉണ്ടല്ലോ, ഇതാണ് കത്തിയാവാർ. ഓക്കെ, ഇതാണ് കത്തിയാവാർ. ഈ കത്തിയാവാർ കോസ്റ്റിന് പറയുന്ന മറ്റൊരു പേരാണ് സൗരാഷ്ട്ര കോസ്റ്റ്. നിങ്ങൾ ഈ രഞ്ജി ട്രോഫി കണ്ടിട്ടുണ്ടോ? രഞ്ജി ട്രോഫിയിൽ വിദർഭയുണ്ട്, സൗരാഷ്ട്രയുണ്ട്. ഇതൊക്കെ എന്താ സംഭവം എന്ന് വെച്ചാൽ, വിദർഭ എന്ന് വെച്ചാൽ നമ്മുടെ മുംബൈയിലെ ഒരു പ്രത്യേക റീജിയനാണ്, മഹാരാഷ്ട്രയിലെ പ്രത്യേക റീജിയൻ എന്ന് വെച്ചാൽ അവിടെ എന്താ ഡെവലപ്മെന്റ് കുറവാണ് കേട്ടോ. അതാണ് വിദർഭ റീജിയൻ. അവർക്ക് വേറൊരു സ്റ്റേറ്റ് ഒക്കെ വേണമെന്നാണ് അവർ പറയുന്നത്. വിദർഭ റീജിയൻ അതെന്താ മഹാരാഷ്ട്രയിലുള്ള ഒരു സ്ഥലമാണ്. ഇനി അതേപോലെ ഡെവലപ്മെന്റ് ഇച്ചിരി കുറഞ്ഞ, ഗുജറാത്തിലെ ഡെവലപ്മെന്റ് ഇച്ചിരി കുറഞ്ഞ ഏരിയ ആണ് എന്ത്? കത്തിയാവാർ. അല്ലെങ്കിൽ പറയുന്ന പേരാണ് സൗരാഷ്ട്ര. നമ്മുടെ രഞ്ജി ട്രോഫി കളിക്കുമ്പോൾ നിങ്ങൾ ടീം കണ്ടു കാണും, വിദർഭ, സൗരാഷ്ട്ര. പിന്നെ മുംബൈ ഒരു ടീമാണ്, മഹാരാഷ്ട്ര വേറൊരു ടീമാണ് രഞ്ജി ട്രോഫിയിലേക്ക് കേട്ടോ. രണ്ടും സെയിം അല്ല. മുംബൈ ഒരു ടീം, മഹാരാഷ്ട്ര വേറൊരു ടീം, വിദർഭ വേറൊരു ടീം. ഇത് മൂന്നും പക്ഷേ എന്താണ്? മഹാരാഷ്ട്രയ്ക്കകത്താണ് കേട്ടോ. അതേപോലെ സൗരാഷ്ട്ര വേറൊരു ടീം, ഗുജറാത്തും വേറൊരു ടീമാണ് രഞ്ജി ട്രോഫിയിൽ. ഓക്കെ, ഇനി നമ്മുടെ പോയിന്റിലേക്ക്. ഓപ്പറേഷൻ തൃശൂൾ എന്താണ്? എവിടെ നടത്തിയത്? രാജസ്ഥാൻ, ഗുജറാത്ത്. എസ്പെഷ്യലി നമ്മൾ ഈ സർക്രീക്ക് പഠിക്കുക. ഗുജറാത്ത് പാകിസ്ഥാൻ ബൗണ്ടറിയിലാണ്, അവിടുത്തെ മറൈൻ കോസ്റ്റൽ ബൗണ്ടറിയാണ് സർക്രീക്ക്. പിന്നെ റാൻ ഓഫ് കച്ച് നമ്മുടെ എന്താണ് ഒരു മറൈൻ നാഷണൽ പാർക്കാണ്, പ്രധാനപ്പെട്ട ഒരു ചതുപ്പ് നിലമാണ് റാൻ ഓഫ് കച്ച്. പിന്നെ എക്സ്റ്റെൻഡ് ടു കത്തിയാവാർ കോസ്റ്റ്, നമ്മുടെ ഈ കാണുന്ന കോസ്റ്റ്. മേളി റാൻ ഓഫ് കച്ചും താഴെ കത്തിയാവാറുമാണ്. തെറ്റല്ല, തിരിഞ്ഞു പോകല്. കത്തിയാവാറാണ് താഴെ, മേളി കച്ച് റീജിയൻ. ഓക്കെ, അപ്പോൾ ഓപ്പറേഷൻ തൃശൂൾ
എന്താണ് മെഗാ ട്രൈ സർവീസ് എക്സസൈസ്. ആരൊക്കെയാണ്? ആർമി, നേവി, എയർഫോഴ്സ്. ഇത് മൂന്നും ആയതുകൊണ്ട് ഏത് മിനിസ്ട്രി? ഡിഫൻസ് മിനിസ്ട്രി. ഏത് ബൗണ്ടറിയിൽ? വെസ്റ്റേൺ ബൗണ്ടറി അല്ലെങ്കിൽ വെസ്റ്റേൺ ഫ്രണ്ടിയറിൽ. എവിടാണ്? രാജസ്ഥാൻ, ഗുജറാത്ത്. പ്രത്യേകിച്ച് ഗുജറാത്തിലെ സർക്രേക്ക്, റാൻ ഓഫ് കച്ച്, സൗരാഷ്ട്ര കോസ്റ്റ്. ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ന്യൂസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണമാണ് റെക്കോർഡിംഗ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പ്ലേലിസ്റ്റ് സേവ് ചെയ്ത് വെക്കുക. ഓക്കെ. പിന്നെ ഒരു കാര്യം, ഈ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇന്ന് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നന്ദു സാർ ആയിരിക്കും ഇനി അടുത്ത സെഷൻ നടത്തുന്നത്. അതുകൊണ്ട് പ്ലേലിസ്റ്റ് എല്ലാവരും സേവ് ചെയ്ത് വെക്കുക. കാരണം ടെക്നിക്കൽ ഇഷ്യൂസ് വരാം, നമ്മുടെ കയ്യിലല്ലല്ലോ അത്. ഇവിടെ മാക്സിമം ഞങ്ങളിപ്പോൾ ഇന്നലെ ലൈവ് ഞങ്ങൾ എടുക്കാൻ നോക്കിയായിരുന്നു. ഇച്ചിരി ഒന്ന് നെറ്റിന് ടെക്നിക്കൽ ഇഷ്യൂ മാറിയപ്പോൾ പെട്ടെന്നൊന്ന് ഞങ്ങൾ വന്ന് എടുക്കാനായിരുന്നു. 7 മണി ആയപ്പോൾ ഞങ്ങളൊന്ന് വന്നായിരുന്നു. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് വൈബോ 2-3 പേര് കമൻറ്റ് ചെയ്തായിരുന്നു ആ സമയത്ത്. ഓക്കെ, ഞങ്ങൾ നോക്കി, പക്ഷെ എന്നിട്ടും നടന്നില്ല. അതുകൊണ്ടാണ് റെക്കോർഡിംഗ് ആക്കിയത്. എല്ലാവർക്കും സോറി കേട്ടോ. അപ്പോൾ ശരി, കാണാം.